ദൈവനാമത്തിന് മഹത്വം. ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തെ അധികരിച്ചുള്ള ഒരു ധ്യാനാത്മകമായ വേദപഠനമാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ അവസാന ദിനങ്ങളാണ് ഈ ലേഖനങ്ങൾ എഴുതിയതായ ദിനങ്ങൾ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ്റെ അവസാനത്തെ വാക്കുകളും കൂടെയാണ് 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഈ തിമോത്തിയോസിൻ്റെ ലേഖനം ഇടയ ലേഖനങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 1ഉം 2ഉം തിമോത്തിയോസും തീത്തോസിൻ്റെ ലേഖനവും. ഇവയെ വേദപണ്ഡിതന്മാർ ഇടയ ലേഖനങ്ങൾ എന്ന നിലയിലാണ് പഠിക്കുന്നത്. അതിന് കാരണം ഈ ലേഖനങ്ങളിൽ ഇടയ ശുശ്രൂഷയെക്കുറിച്ചുള്ള അതിപ്രധാനങ്ങളായ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ താൻ റോമൻ കാരാഗ്രഹത്തിലായിരുന്നു. പൗലോസിന് റോമ കാരാഗ്രഹത്തിൽ 2 പ്രാവശ്യം തടവ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. ആദ്യത്തെ റോമൻ കാരാഗ്രഹവാസം യഹൂദന്മാർ തൻ്റെ മേൽ ചുമത്തിയ ദുരുപദേശം മുതലായ ചാർജുകൾ മുഖാന്തരമായിരുന്നു. ആ ഘട്ടത്തിൽ പൗലോസിന് 2 വർഷം വാടകയ്ക്കെടുത്ത വീട്ടിൽ താമസിക്കാനുള്ളതായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ആ കാരാഗ്രഹവാസത്തിൽ നിന്ന് താൻ വേഗത്തിൽ മോചിതനാകും എന്ന പ്രതീക്ഷ അവിടെ നിന്ന് എഴുതിയ ഫിലിപ്പിയ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ 2ാമത്തെ കാരാഗ്രഹവാസം അങ്ങനെയല്ലായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി ആ കാലത്ത് വാണിരുന്നത് നീറോ ചക്രവർത്തിയായിരുന്നു. AD 54 മുതൽ 68 വരെ നീറോ ആയിരുന്നു റോമിൽ സിംഹാസനസ്ഥനായിരുന്നത്. ഈ നീറോ ചക്രവർത്തി ഒരു ഭ്രാന്ത സാഹസികനായിരുന്നു എന്ന് വരികിലും ഒരു അസാമാന്യ ബിൽഡർ ആയിരുന്നു. പട്ടണം പണിയുന്നതിൽ, സിറ്റി പണിയുന്നതിൽ, ഇതിനൊക്കെ അസാമാന്യ വിദഗ്ധനായിരുന്നു. റോമ നഗരത്തെ ഒന്ന് പുതുക്കി പണിയുവാൻ നീറോ ആഗ്രഹിച്ചു. എന്നാൽ പഴയ നഗരം അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാ ഒന്നിച്ച് പുതുക്കി പണിയാൻ സാധിക്കുക? അതുകൊണ്ട് നീറോ ചക്രവർത്തി തന്നെ ആസൂത്രിതമായി റോമ നഗരത്തിന് തീ വെച്ചു. ഒരു സാധാരണ തീയല്ല, ദ ഗ്രേറ്റ് ഫയർ ഓഫ് റോം എന്ന് കുപ്രസിദ്ധി ആർജിച്ച AD 64 ജൂലൈ മാസത്തിൽ ഉണ്ടായ ആ അഗ്നിയിൽ റോമ നഗരത്തിൻ്റെ പകുതിയോളം വെന്ത് ചാമ്പലായി. ചക്രവർത്തിയാണിത് ചെയ്തതെങ്കിലും രഹസ്യമായിട്ടാണ് ചെയ്തത്. പക്ഷേ പരസ്യമായി ക്രിസ്ത്യാനികളെ അതിൻ്റെ കുറ്റം ചാർത്തി. അതിൻ്റെ പേരിൽ ക്രിസ്തു മതം നിരോധിക്കപ്പെട്ട മതമായി പ്രഖ്യാപിച്ചു. അനേക ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി, പ്രത്യേകിച്ചും അതിൽ നേതാക്കന്മാരായവരെ. അതുകൊണ്ട് പൗലോസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും ഒരു റിംഗ് ലീഡർ എന്ന നിലയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനാൽ തന്നെ ആയിരിക്കണം ഒരു നീച കുറ്റവാളിയെ പോലെ തന്നെ കൈകാര്യം ചെയ്തതായി പൗലോസ് തന്നെ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ 2 തിമോത്തിയോസ് 2:9 പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആകയാൽ പൗലോസിൻ്റെ ഈ കാരാഗ്രഹവാസം എന്നുള്ളത് ഏറ്റവും ശോചനീയമായ തടവറ, മരണത്തെ പാർത്ത് കിടക്കുക, ഏകാന്തതയിൽ വസിക്കുക, മറ്റ് ഭക്ഷണം, വെളിച്ചം, ഈ വക കാര്യങ്ങളൊക്കെ വളരെ തുച്ഛമായ നിലയിൽ മാത്രം. അങ്ങനെ പൗലോസിൻ്റെ അവസാനത്തെ ലേഖനവും വിശേഷാൽ 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ അവസാനത്തെ വാക്കുകളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം പൗലോസിൻ്റെ അന്ത്യത്തെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകത്തിൽ പറയുന്നില്ലെങ്കിലും വെളിയിൽ നിന്നുള്ള രേഖകളാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിമോത്തിയോസിന് 2-ാം ലേഖനം എഴുതി 2 ആഴ്ചയ്ക്കുള്ളിൽ
റോമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഓസ്റ്റിയൻ റോഡിൽ പൗലോസ് ശിരച്ഛേദം ചെയ്യപ്പെട്ടു എന്നാണ്. അങ്ങനെയാണ് താൻ രക്തസാക്ഷിയായി തീർന്നത്. അതുകൊണ്ട് പൗലോസിൻ്റെ ഈ ലേഖനത്തിന്, വിശേഷാൽ ഈ 4-ാം അധ്യായത്തിന് തൻ്റെ അവസാന മൊഴികളുടെ ഒരു ആശയം നമുക്ക് കാണുവാൻ സാധിക്കും. വരിക, നമുക്ക് ഈ 2 തിമോത്തിയോസ് 4-ാം അധ്യായം ഒന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് ആ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെയും സാക്ഷിവെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്ത മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്ക, കഷ്ടം സഹിക്ക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്ക. ഈ ഭാഗത്ത് പൗലോസ് തിമോത്തിയോസിന് കൊടുക്കുന്നതായ ഈ അന്ത്യമായ ആലോചനകളെ നമുക്ക് നമ്മുടേതായിട്ട് സ്വീകരിക്കാം. ഇവിടെ വിശേഷാൽ 5 കൂട്ടം കാര്യങ്ങൾ പൗലോസ് തിമോത്തിയോസിനെ ഓർപ്പിക്കുന്നതായി നാം കാണുന്നു. ഈ 5 കൂട്ടം കാര്യങ്ങളിൽ ഒന്നാമതായിട്ട് നാം കാണുന്നത് 2-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ വചനം പ്രസംഗിക്ക. വചനം കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിൻ്റെ താഴെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് പോലെ വചനപ്രസംഗം ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കും പിൽക്കാലങ്ങളിൽ. പിൽക്കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ലേഖനം എഴുതിയ കാലത്തിൻ്റെ പിൽക്കാലങ്ങളിൽ, നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലത്ത് അതാണ് അവസ്ഥ. കലർപ്പില്ലാത്ത ദൈവവചനം മാത്രമായിട്ട് ആർക്കും വേണ്ട. എന്തെങ്കിലും കെട്ടുകഥകളും കിഴവിക്കഥകളൊക്കെ ആണെങ്കിൽ അത് ആളുകൾക്ക് കർണരസമാണ്. അങ്ങനെയുള്ള ശുശ്രൂഷകന്മാരെ, പ്രസംഗകന്മാരെയാണ് ആളുകൾ ആഗ്രഹിക്കുക. അങ്ങനെയുള്ള നാളുകളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ട് പൗലോസ് തിമോത്തിയോസിനെ തർജ്ജനം ചെയ്ത് പറയുകയാണ്, നീ പക്ഷേ ചെയ്യേണ്ടത് ആളുകളുടെ താല്പര്യങ്ങൾക്കും അവർക്ക് കർണരസമാകുമാറുള്ളതായ പ്രസംഗങ്ങൾ പ്രസംഗിക്കുകയും ചെയ്യുകയല്ല. നീയോ തിമോത്തിയോസെ വചനം പ്രസംഗിക്ക. എത്ര കൃത്യമായിട്ട് ഇന്ന് നമുക്ക് ആവശ്യമുള്ളതായ പ്രബോധനമാണ് അത്. നാം വചനമാണ് പ്രസംഗിക്കേണ്ടത്. രാഷ്ട്രീയമായ, സാമൂഹ്യമായ, സാമ്പത്തികമായ, ലോകപ്രകാരമുള്ള ജ്ഞാനത്തിൻ്റെ വർധനവുള്ള ഈ കാലയളവിൽ സുവിശേഷത്തെ പഴഞ്ചൻ സന്ദേശം എന്ന് ലോകം വിലയിരുത്തിയേക്കാം. എന്നാൽ ഇന്നലെയും ഇന്നും എന്നേക്കും യഥാവാനായ കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ വചനമായ ഈ സുവിശേഷം, ദൈവത്തിൻ്റെ വചനം, അതാണ് നാം പ്രസംഗിക്കേണ്ടത്. അതിനാണ് നാം സാക്ഷ്യം വഹിക്കേണ്ടത്. അതാണ് നമുക്ക് മുൻഗണന ആയിട്ടുള്ളത്. ഇതര വിഷയങ്ങളൊക്കെ ദൈവവചന ശുശ്രൂഷയിൽ മേമ്പൊടിയായിട്ടൊക്കെ ചേർക്കാൻ ഒരു വിരോധവുമില്ല. ആ സുവിശേഷത്തിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കുവാൻ സംഭവങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, ചിലപ്പോൾ കെട്ടുകഥകൾ തന്നെ ഇതിൻ്റെ കൂടെ പറയേണ്ടതായിട്ട് വരും. എന്നാൽ കേൾവിക്കാർക്ക് തൃപ്തിയും സന്തോഷവും വരേണ്ട ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം ദൈവവചനം മേമ്പടിയായിട്ടും ഇതര വിഷയങ്ങൾ പ്രധാന ഘടകമായിട്ടും തീർന്നു പോകരുത് നമ്മുടെ പ്രസംഗങ്ങൾ. ആ ഭാഗത്ത് നാം കാണുന്ന 2-ാമത്തെ കാര്യം, തിമോത്തിയോസിന് കൊടുക്കുന്ന നിർദ്ദേശം, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. സൗകര്യമുള്ളപ്പോൾ മാത്രമല്ല, കാലാവസ്ഥ മെച്ചമാണ്, ആളുകൾക്ക് എതിർപ്പൊന്നുമില്ല, ആരോഗ്യമുണ്ട്, എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയിരിക്കുന്നു, അപ്പോൾ മാത്രമല്ല കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനും കർത്താവിനെ സാക്ഷിക്കാനും കഴിയേണ്ടത്. സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, അസൗകര്യങ്ങളുടെ നടുവിൽ, ഇല്ലായ്മയുടെ നടുവിലും
കർത്താവിനെ സാക്ഷിക്കുവാൻ തക്കവണ്ണം, സുവിശേഷം പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കണം. കാരണം ഇത് ഒരു അർജന്റായ, ഇത് ഒരു അടിയന്തരമായ സന്ദേശമാണ്. റിച്ചാർഡ് ബാക്സ്റ്റർ എന്നു പേരുള്ള ഒരു വലിയ ദൈവദാസനുണ്ടായിരുന്നു. അനേകായിരങ്ങളെ കർത്താവിലേക്ക് ചേർക്കുവാൻ ദൈവകരങ്ങളിൽ ഇണങ്ങിയ ആയുധമായ ഒരു ദൈവഭൃത്യനായിരുന്നു റിച്ചാർഡ് ബാക്സ്റ്റർ. അദ്ദേഹം തൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ സുവിശേഷം പ്രസംഗിക്കുവാൻ നിൽക്കുമ്പോഴൊക്കെയും മരിക്കുവാൻ പോകുന്നവരോട് പ്രസംഗിക്കുന്നത് പോലെയാണ് പ്രസംഗിച്ചത്. ശ്രദ്ധിച്ചോ? എന്ന് പറഞ്ഞാൽ താൻ രോഗം നിറഞ്ഞവനായി കിടക്കയിൽ കിടക്കുകയായിരുന്നു എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ താൻ ഒരു കാര്യം മനസ്സിലാക്കി: മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെ, തൻ്റെ ആയുസ്സും എന്ന് തീരും തനിക്കറിഞ്ഞുകൂടായിരുന്നു. അത് ദൈവത്തിനെ അറിയൂ. അതിനെക്കുറിച്ച് തനിക്കൊരു പരാതിയുമില്ല. എന്നാൽ തൻ്റെ മനോഭാവം, ഞാൻ ഇന്ന് മരിക്കുകയാണെങ്കിൽ ഞാൻ ഈ പ്രസംഗിക്കുന്ന ഇന്നത്തെ എൻ്റെ പ്രസംഗം എൻ്റെ അവസാനത്തെ പ്രസംഗമാകാം. അതുകൊണ്ട് റിച്ചാർഡ് ബാക്സ്റ്റർ ഓരോ പ്രാവശ്യവും ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, ഇതെൻ്റെ ലാസ്റ്റ് പ്രസംഗമാകാം എന്ന് കരുതിയാണ് പ്രസംഗിച്ചത്. അതുപോലെ കേൾവിക്കാരോടുള്ള ബന്ധത്തിലും തനിക്കറിഞ്ഞുകൂടാ ആ കേൾവിക്കാർക്ക് ഇനിയും പ്രസംഗം കേൾക്കാൻ അവസരമുണ്ടാകുമോ, അല്ല അവർ അല്ലെങ്കിൽ അവരിൽ ചിലർ അന്ന് തന്നെ മരണത്താൽ മാറ്റപ്പെടുമോ, തനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് താൻ പരിഗണിച്ചത് മരണാസന്നരായിട്ടിരിക്കുന്ന ആളുകളോട് പറയുന്നത് പോലെ എന്നാണ്. നിങ്ങൾക്ക് അനുമാനിക്കാമോ? ഒരു മനുഷ്യൻ തൻ്റെ ആയുസ്സിൻ്റെ അവസാനത്തെ പ്രസംഗം, ഒരു കൂട്ടം ജനങ്ങൾ മരണത്തിന് തൊട്ടു മുൻപ് അവസാനം സുവിശേഷം കേൾക്കുന്നവർ, അങ്ങനെ ആയാൽ ആ പ്രസംഗം എങ്ങനെയുള്ളതായിരിക്കും? തീജ്വാല പോലെയുള്ളതായിരിക്കും. വെറുതെയല്ല റിച്ചാർഡ് ബാക്സ്റ്ററുടെ ശുശ്രൂഷയാൽ അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ ഇടയായത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്നത് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് അടിയന്തരമായി കൈകാര്യം ചെയ്യുവാനുള്ളൊരു കാര്യമായിട്ടാണ്. കാരണം ഇത് ലോകപ്രകാരം എന്തെങ്കിലും നേടാനോ സമ്പാദിക്കാനുള്ള ഉപാധിയല്ല. ഇത് നിത്യമായ ജീവൽ മരണത്തിൻ്റെ വിഷയമാണ്. ഈ സുവിശേഷത്തെ ആശ്രയിച്ചിരിക്കും കേൾവിക്കാരുടെ നിത്യത, അവർ നരകത്തിലോ സ്വർഗത്തിലോ ചെലവഴിക്കുക എന്നുള്ളത്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാകുന്നു. സുവിശേഷം കേവലം ചേതനയേറ്റ കുറെ വാക്കുകളല്ല, സുവിശേഷം നിത്യജീവൻ നൽകുവാൻ കഴിയുന്ന ദൈവശക്തിയാണ്. അടിയന്തരമായിട്ട് അത് നൽകുവാൻ ആവശ്യമുണ്ട്. പിശാചിൻ്റെ കൈകളിൽ അടിമകളായിരിക്കുന്നവർ വിടുവിക്കുവാൻ ഈ സുവിശേഷം എന്ന ഒറ്റമൂലിയേ ഉള്ളൂ. അതാണ് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. തിമോത്തിയോസേ, നീ സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. നാം ഒരുങ്ങിയിരിക്കുന്നുണ്ടോ? നമ്മോട് തന്നെ ചോദിക്കാം. മൂന്നാമതായിട്ട് അവിടെ കാണുന്നതായ 2-ാം വാക്യത്തിൽ കാണുന്ന ഒരു പ്രയോഗം, വചനം പ്രസംഗിക്കുമ്പോൾ ഒരു ബാലൻസ്ഡ് ദൂത്, സന്തുലിതമായ ഒരു ദൂത് നൽകണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം വചന ശുശ്രൂഷയിൽ, സുവിശേഷ പ്രസംഗത്തിൽ നിഷേധാത്മകമായ കാര്യങ്ങൾ മാത്രമല്ല, ക്രിയാത്മകമായ കാര്യങ്ങളും വേണം. എന്ന് പറഞ്ഞാൽ നരകത്തെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, ദൈവകോപത്തെക്കുറിച്ച്, ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ആശയങ്ങൾ മാത്രമല്ല. അത് വേണം, പക്ഷെ അത് മാത്രമല്ല, സ്വർഗത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് അതും വേണം. ബാലൻസ്ഡ് ആയിരിക്കണം. ചിലപ്പോഴൊക്കെ നമ്മുടെ അപാരമായ ആവേശം നിമിത്തം ഒന്നുകിൽ നരകത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവകോപത്തെക്കുറിച്ചും മാത്രം ഊന്നി 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 പറയാനായിട്ട് പ്രേരണയുണ്ടാകും. അതിൻ്റെ പുറകിൽ മറുവശം വിട്ടുകളയാനിടയുണ്ട്. അതേസമയത്ത് ചുരുക്കം ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ നിത്യമരണം, നരകം, ശാപം, ദൈവത്തിൻ്റെ ക്രോധം, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. അവർണ്ണനീയമായ ദൈവത്തിൻ്റെ സ്നേഹം, ക്രൂശിലെ സ്നേഹം, ദൈവം പകരുന്ന കൃപ, സ്വർഗത്തിലെ ജീവിതം, ഈ വക കാര്യങ്ങളെ മാത്രമായിട്ടങ്ങ് പറയാൻ ശ്രമിക്കുക. അല്ലല്ല. തിമോത്തിയോസിനോട് പറയുമ്പോൾ ആ 2-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞ് സകല ദീർഘക്ഷമയോടും
ഉപദേശത്തോടും കൂടെ ശാസിക്ക. അപ്പോൾ ഉപദേശം വേണം, ശാസന വേണം. തർജ്ജനം ചെയ്യുക, മുന്നറിയിപ്പുകൾ നൽകേണ്ടതുണ്ട്. പ്രബോധിപ്പിക്കുക, ആ വാക്കിൻ്റെ മൂലഭാഷയ്ക്ക് ആശ്വസിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള അർത്ഥങ്ങളുണ്ട്. ഇവയെല്ലാം കലർന്നതായിരിക്കണം ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ. സുവിശേഷ ഘോഷണത്തിലും ഈ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. തിമോത്തിയോസിന് നൽകിയ ആ പ്രബോധനം ഇന്ന് നമുക്കും ഉൾക്കൊള്ളുവാൻ വളരെ ആവശ്യമുണ്ട്. നാലാമതായിട്ട് പറയുന്ന കാര്യവും ആ 2-ാം വാക്യത്തിൽ തന്നെയുണ്ട്. അത് സകല ദീർഘക്ഷമയോടും കൂടെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ അർത്ഥം ഒരു ആത്മാവിനോട് വ്യക്തിപരമായിട്ടോ ഒരു കൂട്ടത്തോട് സമൂഹമായിട്ടോ നാം ഇടപെടുമ്പോൾ, അവരെ ദൈവവചനം സുവിശേഷം അറിയിക്കുമ്പോൾ സകല ദീർഘക്ഷമയോടും എന്ന് പറഞ്ഞാൽ നമുക്കൊരു വേഗതയുടെ ആവശ്യമില്ല. അവരെ രക്ഷിക്കപ്പെടുത്തുവാൻ, അവരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുവാൻ തക്കവണ്ണം, അവരെ ഏറ്റുപറയിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ബദ്ധപ്പാടൊന്നും വേണ്ട. ക്ഷമയോടെ ശുശ്രൂഷ ചെയ്താൽ മതി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാൻ വിടൂ. പരിശുദ്ധാത്മാവാണ് ഹൃദയത്തിൽ കുറ്റബോധം വരുത്തുന്നത്. അതുകൊണ്ട് ദീർഘക്ഷമയോടെ. ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സംഭവിച്ചതൊന്നും ആകാൻ സാധ്യതയില്ല. എങ്കിലും ആ കഥ കേൾക്കുമ്പോൾ ഈ പറയുന്ന ആശയത്തെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കഥ എന്താണെന്നറിയാമോ? ഒരു ഉപദേശി ഒരു ഓഡിറ്റോറിയത്തിൽ കൂടി വന്ന ജനത്തോട് സുവിശേഷം പ്രസംഗിച്ചു. തൻ്റെ കണക്കുകൂട്ടലിൽ അതിശക്തിയോടെയാണ് സുവിശേഷം പ്രസംഗിച്ചത്. ഒരുപാട് പേര് രക്ഷിക്കപ്പെടും എന്നാണ് തൻ്റെ ഹൃദയത്തിൽ തോന്നിയത്. താൻ ഒടുവിൽ ഒരു ആഹ്വാനം കൊടുത്തപ്പോൾ ഒരൊറ്റയാൾ മുമ്പോട്ട് വന്നില്ല. അല്പം ആവർത്തിച്ച് താൻ ആ ഓൾട്ടർ കോൾ, ആ ആഹ്വാനം കൊടുത്തു. ആരും മുൻപോട്ട് വന്നില്ല. ഉപദേശിയുടെ ക്ഷമയൊക്കെ കെട്ടു. ഉപദേശി വോളണ്ടിയർമാരൊക്കെ വിളിച്ചു പറഞ്ഞു, എല്ലാ വാതിലും ജനലുകളും അടക്കി, രക്ഷിക്കപ്പെടാതെ ഇതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണത്തിന് പുറത്തു വിടരുത്. അങ്ങനെയൊന്നും സംഭവിച്ചിരിക്കില്ല. എന്നാലും ഞാൻ ചൂണ്ടിക്കാണിച്ചത് പൗലോസ് തിമോത്തിയോസിനോട് പറയുക, സകല ദീർഘക്ഷമയോടും. ചിലപ്പോൾ നീ വിചാരിക്കാത്ത നാഴികയിൽ നിന്റെ പ്രസംഗത്തിൽ പലർ രക്ഷിക്കപ്പെട്ടെന്ന് വരാം. ചിലപ്പോൾ അതുപോലെ തന്നെ നീ പ്രതീക്ഷിച്ച നാഴികയിൽ ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടില്ലെന്ന് വരാം. ആ കാര്യങ്ങൾ കർത്താവിന് വിടുക. നീ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ വചനം പ്രസംഗിക്കുക. ക്ഷമയോടെ നിന്റെ ശുശ്രൂഷ നിറവേറ്റുക. 5-ാമതായിട്ട് കാണുന്ന കാര്യം അതിൻ്റെ 1-ാം വാക്യത്തിലാണ് കാണുന്നത്. അവിടെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെ. ജീവികൾക്കും മരിച്ചവർക്കും. ഇവിടെ മരിച്ചവരെന്ന് പറഞ്ഞത് ശാരീരികമായി മരിച്ചുപോയി അങ്ങനെയുള്ള ആളുകളെ കുറിച്ചല്ല. ആത്മാവിൽ മരിച്ചവരെ സംബന്ധിച്ചാണ്, പാപത്തിൽ മരിച്ചവരെ സംബന്ധിച്ചാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ഒടുവിലത്തെ ന്യായവിധി നൽകുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു ആ വെള്ളസിംഹാസനത്തിന്മേൽ ഇരിക്കുമ്പോൾ നാം അവിടെ വായിക്കുന്നത്, മരിച്ചവരെ ആബാലവൃദ്ധം അവൻ്റെ മുൻപാകെ കൂട്ടിവരുത്തി. അവിടെ മരിച്ചവരെന്ന് പറഞ്ഞത് ശരീരത്തിൽ മരിച്ചു പോയിട്ടുള്ളവർ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ആത്മാവിൽ മരിച്ചവരായ, 2-ാം മരണമായ നരകത്തിലേക്ക് തള്ളപ്പെടേണ്ടവരായ ആളുകളെ കൂട്ടിവരുത്തിയ കാര്യമാണ് പറയുന്നത്. അപ്പോൾ തിമോത്തിയോസിനോട് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നീ വചനം പ്രസംഗിക്കുമ്പോൾ നീ ഒരു കാര്യം ഓർക്കണം. എന്താണ് ഓർക്കേണ്ടത്? മരിച്ചവരെ ന്യായം വിധിക്കുന്നവനാണ് കർത്താവ്. മരിച്ചവരെ അഥവാ രക്ഷിക്കപ്പെടാത്തവരെ, സുവിശേഷം അനുസരിക്കാത്തവരെ നിത്യ നരകാഗ്നിയിൽ തള്ളിയിടുന്നവനാണ് കർത്താവ്. നരകത്തിന്റെ ഭീകരതയെക്കുറിച്ച്, നരകത്തിന്റെ രൂക്ഷമായ അവസ്ഥയെക്കുറിച്ച് തിമോത്തിയോസെ നീ മനസ്സിലാക്കണം, നീ ഭയപ്പെടണം. പക്ഷെ വേറെ കാര്യം, തിമോത്തിയോസ് എന്തിനാ നരകത്തെക്കുറിച്ച് പേടിക്കുന്നത്? തിമോത്തിയോസ് അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ചതല്ലേ? അതുപോലെ വിശ്വാസികളായി നാം കർത്താവിനെ സാക്ഷിക്കുമ്പോൾ നരകത്തിൻ്റെ ഭീകരമായ അവസ്ഥയെക്കുറിച്ചൊക്കെ ഞെട്ടലോടെ ചിന്തിക്കേണ്ട കാര്യം എന്താ? നാം അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ചവരല്ലേ? അതെ. എന്നാലും നരകത്തെക്കുറിച്ച് ഓർക്കുകയും ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഉഗ്രതയെക്കുറിച്ച് ഭയപ്പെടുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിന്റെ കേൾവിക്കാർ ഈ സുവിശേഷം അംഗീകരിക്കാതെ പോയാൽ
അവർക്കിത് വിശ്വസിക്കുവാൻ കഴിയാതെ പോയാൽ, അല്ല അവർക്ക് ഈ സുവിശേഷം വേണ്ടതുപോലെ കേൾക്കാൻ കഴിയാതെ പോയാൽ അവർ നിത്യമായ നരകത്തിലേക്കാണ് പോകുന്നത്. അവിടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നില്ല, ഇരുട്ടണയുന്നില്ല, വെളിച്ച കിരണങ്ങൾ പ്രവേശിക്കുന്നില്ല. ഒരു കാലത്തും അവിടെ നിന്ന് പിന്നെ വിടുതലില്ല. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ കുളിർമ അവിടെ അനുഭവിക്കുവാൻ കഴിയുകയില്ല. പിശാചും അവന്റെ ദൂതന്മാരുമാണ് അവിടെ ഉണ്ടായിരിക്കുക. ഈ ലോകത്തിലെ ദുഷ്ടന്മാരായിട്ട് കടന്നുപോയ സകലരും അവിടെ ഉണ്ടായിരിക്കും. അതിന്റെ നടുവിലാണ് അവർ കിടക്കേണ്ടി വരിക. അതുകൊണ്ട് തിമോഥെയോസേ, ഇത് നീ ഓർക്കണം. ഒരിക്കൽ സാൽവേഷൻ ആർമി എന്ന് പറയുന്ന ആ സഭയുടെ സ്ഥാപക നേതാവായ ജനറൽ വില്യം ബൂത്ത് ഇങ്ങനെ പറയുകയുണ്ടായി. തൻ്റെ പുസ്തകങ്ങളിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. താൻ പറഞ്ഞത്, എൻ്റെ സുവിശേഷ പ്രവർത്തകരെ കഴിയുമായിരുന്നെങ്കിൽ ഒരു 24 മണിക്കൂർ നേരത്തേക്ക്, ഒരു ദിവസത്തേക്ക് ഞാൻ നരകത്തിലേക്ക് പറഞ്ഞയക്കുമായിരുന്നു. എന്തിനാ താനത് പറഞ്ഞത്? അവരും സ്വല്പം ഒന്ന് കഷ്ടപ്പെടട്ടെ എന്ന് വിചാരിച്ചാണോ? അല്ലല്ല, അത് താൻ ആഗ്രഹിച്ചതല്ല. എന്നാൽ തനിക്കൊരു കാര്യം അറിയാം, 24 മണിക്കൂർ നരകത്തിൽ കിടക്കുവാനിടയായാൽ അവിടെ നിന്ന് വരുന്നതായ വ്യക്തി ഇനി മറ്റാരും അവിടെ പോകാതിരിപ്പാൻ തക്കവണ്ണം സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നത് എന്തുമാത്രം ആവേശത്തോടെ ആയിരിക്കും, എന്തുമാത്രം ആത്മാർത്ഥതയോടെ ആയിരിക്കും. അതിനുവേണ്ടി എങ്ങനെയും ചെലവിടുവാനും ചെലവാകുവാനും താൻ എന്തുമാത്രം സന്നദ്ധനായിരിക്കും, എത്ര തീവ്രതയോടെ ആയിരിക്കും യേശു കർത്താവിൻ്റെ സാക്ഷ്യം താൻ നിർവഹിക്കുക. അതുകൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാമോ നമ്മുടെ പിൻഗാമികളോ ഒരു ദിവസത്തേക്കല്ല, ഒരു മണിക്കൂർ നേരത്തേക്കും നരകത്തിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ദൈവവചനത്തിൽ നിന്ന് നരകത്തിൻ്റെ ഘോരതയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ബദ്ധവൈരികൾ പോലും അവിടെ പോകാനിടയാകരുതേ എന്നുള്ള മനോഭാവത്തോടെ കർത്താവിനെ സാക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ഭാഗത്ത് നാം 6ാമതായി കാണുന്നതായ പോയിന്റും ഈ 1-ാം വാക്യത്തിൽ തന്നെയുണ്ട്. അതെന്താ? ജീവിച്ചിരിക്കുന്നവരെ ന്യായം വിധിക്കുന്ന, ജീവികളെ എന്ന് പറയുന്നത് ജീവനുള്ളവരെ എന്ന അർത്ഥത്തിലാണ്. ജീവനുള്ളവർ എന്നതിനാൽ ഉദ്ദേശിച്ചത് മരിക്കുന്നതിന് മുൻപുള്ള അവസ്ഥയെ മാത്രം ഉദ്ദേശിച്ചല്ല. ദൈവത്തിൻ്റെ ജീവനുള്ളവർ, നിത്യജീവൻ പ്രാപിച്ചവർ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച അവസ്ഥയിൽ നിന്ന് ക്രിസ്തുവിനോടുകൂടെ ഉയിർപ്പിക്കപ്പെട്ടവർ, അവരെയാണ് ജീവനുള്ളവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആകട്ടെ, വിശ്വാസികളായ ജീവൻ പ്രാപിച്ചവരായ നമ്മെ എന്തിനാ ദൈവം ന്യായം വിധിക്കുന്നത്? നമ്മുടെ ന്യായവിധിയൊക്കെ പോയി, ശരിയാ, നമ്മുടെ ശിക്ഷാവിധിയൊക്കെ പോയി. റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മുടെ ന്യായവിധി എന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കൽ നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തി നമുക്ക് പ്രതിഫലം തരുന്നതായ സംഭവത്തെക്കുറിച്ച് പറയുന്നതാണ്. അതും ഓർക്കണം. എന്തിനാ? പ്രതിഫലത്തെ കാക്ഷിച്ചുകൊണ്ട്. ഒരിക്കൽ വിക്ടോറിയ മഹാരാജ്ഞി വേഷപ്രച്ഛന്നയായി തൻ്റെ രാജ്യത്തിൻ്റെ ചില ഗ്രാമങ്ങളിലേക്കൊക്കെ താൻ പോയി. തൻ്റെ പ്രജകൾ എങ്ങനെയുള്ളവരാ, തൃപ്തരാണോ, സന്മനസ്സരാണോ, ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് കാണാനും അനുഭവിക്കാനും വേണ്ടിയാണ് രാജ്ഞി അങ്ങനെ ചെയ്തത്. ഒരു ഗ്രാമത്തിലായിരുന്ന സമയത്ത് മഴ പെയ്തു. അപ്പോൾ ജനത്തിൻ്റെ സഹൃദയത്വം എന്തുമാത്രം ഉണ്ട് എന്നൊന്ന് പരീക്ഷിക്കാനും കൂടെ രാജ്ഞി ഒരു സാധാരണ സ്ത്രീയെ പോലെ വേഷം ധരിച്ചിട്ടാണ്, ആർക്കും തിരിച്ചറിയാൻ അത്ര എളുപ്പം പറ്റാത്തതുപോലെ ഒരു വീട്ടിൽ ചെന്ന് വാതിൽക്കൽ മുട്ടി. അവർ വാതിൽ തുറന്നപ്പോൾ ഒരു അപരിചിതയായ സ്ത്രീ, ആ സ്ത്രീ പറഞ്ഞു, മഴ പെയ്യുന്നു, ഒരു കൊട വായ്പ തരാമോ? വീട്ടുകാർ പറഞ്ഞു, ഇല്ല, ഇവിടെ കുടയൊന്നുമില്ല, പോയിക്കോളൂ. അപ്പോൾ ആ സ്ത്രീ അപ്പുറത്തെ വാതിൽക്കലും അതിനപ്പുറത്തെ വാതിൽക്കലും അങ്ങനെ ചില വാതിൽക്കളൊക്കെ ചെന്ന് മുട്ടി. അവരെല്ലാം ഒരുപോലെ പറഞ്ഞു, നോ, ഇല്ല, കുടയൊന്നും തരാൻ ഒക്കില്ല. എന്നാൽ ഒരു കുടില് പോലെയുള്ള ഒരു വീട്ടിൽ പാർത്ത വയോധികയായ ഒരു വിധവ ഒരു കുട എടുത്തുകൊണ്ടുവന്ന് പറഞ്ഞു, ഈ കുടയിൽ ചില ഓട്ടകളൊക്കെ കാണും, എങ്കിലും ഇത് പ്രയോജനപ്പെടുമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, തിരികെ കൊണ്ടുവരുമൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ആ കുട കൊടുത്തു. വിക്ടോറിയ മഹാറാണിക്കാണ് അത് കൊടുത്തതെന്നൊന്നും വിധവ അറിഞ്ഞില്ല. ആ സ്ത്രീ ആ കുടയും കൊണ്ടുപോയി.
എന്നാൽ പിന്നീട് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നിന്ന് വിക്ടോറിയ മഹാരാജ്ഞിയുടെ ഒരു രഥം ചില ഉയർന്ന മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരൊക്കെ കൂടെ ഈ ഗ്രാമത്തിലേക്ക് വന്നു. എന്നിട്ട് വൃദ്ധയായ ആ വിധവയുടെ വീട് അന്വേഷിച്ചു. അപ്പോൾ കൊട കൊടുത്ത സമയത്ത് ഈ ഗ്രാമീണർക്ക് വിധവയോട് അരിശമായിരുന്നു. ഓ, നമ്മളൊന്നും ഇല്ല എന്ന് പറഞ്ഞെടുത്ത് ആ തള്ള ആ കൊട അങ്ങ് എടുത്ത് അങ്ങ് കൊടുത്തു, എന്താ ഭാവം എന്നൊക്കെയുള്ള നിലയിൽ. ഇപ്പോൾ രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നിന്ന് വിധവയുടെ വീടന്വേഷിച്ച ആളുകൾ വന്നപ്പോൾ എന്തോ കുഴപ്പമുണ്ട്, അതിനിപ്പം തൂക്കിക്കൊണ്ട് പോകും, അങ്ങനെ വരട്ടെ, അതൊക്കെ ഒരു ആവശ്യമാണ്. നമ്മളെക്കാൾ വലിയ കഴിവും വലിയ പ്രാപ്തിയുള്ള വലിയ ധനമുള്ള ആളെ പോലെയാണ് താൻ ആ കാണിച്ചത് അന്ന് കൊട കൊടുത്തപ്പോൾ. ഇപ്പോൾ കാണാം. ഏതായാലും വീട് മനസ്സിലായപ്പോൾ ആ രഥത്തിൽ നിന്ന് ചില ഉയർന്ന സൈനിക ഓഫീസർമാർ ഇറങ്ങിച്ചെന്ന് ആ വിധവയെ വിളിച്ച് ബഹുമാന പുരസരം അതിനെ കൊണ്ടുവന്ന് ഈ രഥത്തിൽ കയറ്റിയിരുത്തി. അപ്പോഴേ ഗ്രാമക്കാരൊക്കെ ഇതെന്തുവാ ഇത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം ഒരു ചുരുൾ തുറന്ന് വിക്ടോറിയ മഹാറാണിയുടെ ഒരു എഴുത്ത് വായിച്ചു. അതിൻ്റെ ഉള്ളടക്കം, മഹാറാണി മഴയത്ത് വിഷമിച്ചപ്പോൾ തനിക്കുള്ള ഏക കൊട കൊടുത്ത് റാണിയെ സഹായിച്ച ഈ വൃദ്ധയായ വിധവയ്ക്ക് ശിഷ്ടമുള്ള ആയുസ് മഹാറാണിയുടെ കൊട്ടാരത്തിൽ സുരക്ഷിതമായിട്ട് ചെലവഴിക്കത്തക്ക വിധം ഈ വിധവയെ ബഹുമാനിക്കുവാൻ മഹാറാണി തീരുമാനിച്ചിരിക്കുന്നു. അതാ ആ എഴുത്തിൻ്റെ ചുരുക്കം. ഇത് ജനത്തെ വായിച്ച് കേൾപ്പിച്ചിട്ട് ആ രഥം രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് പോയി. അപ്പോഴാണ് ഈ ഗ്രാമവാസികൾ തമ്മിൽ ഓ, അത് വിക്ടോറിയ മഹാറാണിയായിരുന്നു, ഛേ, എനിക്ക് മനസ്സിലായില്ലല്ലോ, ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു കുടയല്ല 10 കുട കൊടുത്തേനെ, അയ്യോ അവസരം നഷ്ടപ്പെട്ടല്ലോ, എന്തെന്ത് നന്മകൾ നമുക്ക് ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞ് വിഷണ്ണന്മാരായിത്തീർന്നു അവർ. ഞാൻ പറഞ്ഞെന്തിനാണെന്നറിയാമോ? വിക്ടോറിയ മഹാരാജ്ഞിയല്ല, വേഷപ്രജ്ഞയായിട്ടുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ആവശ്യക്കാരനായി നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ന് കർത്താവ് തൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണി ഈ ഭൂമിയിൽ നടത്തുന്നത് എൻ്റെയും നിൻ്റെയും വകയിൽ നിന്നുള്ളത് എടുത്തുകൊണ്ടാണ്. ഞാനും നിങ്ങളും നമുക്ക് മനസ്സുപോലെ ദൈവവകയ്ക്ക് കൊടുത്താൽ, കർത്താവിൻ്റെ നാമത്തിൽ കൊടുത്താൽ, ആ കൊടുക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടാണ് കർത്താവ് ഇന്ന് ഭൂമിയിൽ ദൈവരാജ്യം പടുത്തുയർത്തുന്നത്. ആ അർത്ഥത്തിൽ പറഞ്ഞാൽ കർത്താവ് ഇന്ന് ആവശ്യക്കാരനാണ്. എങ്ങനെ? വിക്ടോറിയ മഹാറാണി ആ മഴയത്ത് അപ്പോൾ ഒരാവശ്യക്കാരിയായിരുന്നുവോ? ഏതാണ്ട് വേണമെങ്കിൽ അതുപോലെ ചിന്തിക്കാം. ഇന്ന് കർത്താവ് ആവശ്യക്കാരനാണ്. പ്രിയ സഹോദര, നിന്റെ പണം, നിന്റെ സമയം, നിനക്കുള്ള സ്വാധീനത, നിന്റെ വസ്തുവകകൾ, ഈ വക കാര്യങ്ങളൊക്കെ ഇന്ന് കർത്താവിന് ആവശ്യമുണ്ട്. നീ കൊടുക്കുന്നതും കൂടെ ഉപയോഗിച്ചാണ് കർത്താവ് തൻ്റെ വേല ചെയ്യുന്നത്. എന്നാൽ ദൈവമാർക്കും കടക്കാരനല്ല. അമർത്തി കുലുക്കി പ്രതിഫലം നൽകുന്നതായ ഒരു നാളുണ്ട്. ഈ ലോകത്തിൽ തന്നെ അവൻ പ്രതിഫലം തരുമെന്ന് മാത്രമല്ല, അങ്ങ് നിത്യതയിൽ കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ ആ ന്യായാസനത്തിൻ്റെ മുൻപാകെ നാം നിന്ന് നാം ചെയ്തതായ വേലകളെ അവിടെ കർത്താവ് പരിശോധന ചെയ്തിട്ട് നമ്മുടെ പ്രവൃത്തികൾക്കൊക്കെയും താൻ പ്രതിഫലം തരുമ്പോൾ, നാം കൊടുത്ത പണത്തിനും നാം അനുഭവിച്ച ത്യാഗത്തിനും നാം അവൻ്റെ നാമത്തിൽ അനുഭവിച്ചതായ വേദനകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, അവന് വേണ്ടി ചെലവിട്ടത്, ചെലവായി പോയത്, ഇതിനെല്ലാം ലഭിക്കുന്നതായ പ്രതിഫലങ്ങളെന്ന് കാണുമ്പോൾ കൈനിറയെ പ്രതിഫലങ്ങൾ, നിറപടിയായ പ്രതിഫലങ്ങൾ, നമുക്ക് അനുമാനിക്കുവാൻ, ഊഹിക്കുവാൻ, സ്വപ്നം കാണുവാൻ കഴിയാത്തതായ മഹത്തായ പ്രതിഫലങ്ങൾ അവനിൽ നിന്ന് പ്രാപിക്കുമ്പോൾ, അയ്യോ കുറച്ചുകൂടെ കർത്താവിന് കൊടുക്കാമായിരുന്നു, കുറച്ചുകൂടെ അവന് വേണ്ടി ഓടാമായിരുന്നു, കുറച്ചുകൂടെ അവന് വേണ്ടി പ്രവർത്തിക്കാമായിരുന്നു, കുറെ കൂടെ നിന്നയോ പരിഹാസമോ വേണ്ടി വന്നാൽ ഏൽക്കാമായിരുന്നു, സൂത്രവഴികളിൽ കൂടെ അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കുവാൻ ശ്രമിക്കേണ്ടിയിരുന്നില്ലല്ലോ എന്ന് അന്ന് വിചാരിക്കും, അന്ന് ലജ്ജ തോന്നും. പക്ഷേ അന്ന് തോന്നിയിട്ട് കാര്യമില്ല.
ഇപ്പോഴാണ് നാം ആ ചെയ്യേണ്ടത്. അതുകൊണ്ട് തിമോഥെയോസിനോട് പറഞ്ഞതുപോലെ പൗലോസ് പരിശുദ്ധാത്മാവിൽ നമ്മോടും പറയുകയാണ്, കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുക. അപ്പോൾ നീ ഓർക്കണം, ദൈവം ജീവികളെ ന്യായം വിധിക്കുന്നവനാണ്. ദൈവമക്കളെ വിസ്തരിച്ച് അവരുടെ വേലകൾക്ക് തക്കതായ പ്രതിഫലം നൽകുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. നാം ഈ ഭാഗത്ത് ഏഴാമതായിട്ട് കാണുന്ന ഒരു പോയിന്റ്, അത് 5-ാം വാക്യത്തിലാണ് വായിക്കുന്നത്. തിമോഥെയോസിനോട് പറയുക, കഷ്ടം സഹിക്കാം. കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞതിനാൽ മനഃപൂർവ്വമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്ത് അതല്ല, വചനം പ്രസംഗിക്കുന്നതായ ജീവിതത്തിൽ ഈ വചനം പ്രസംഗിക്കുകയും കർത്താവിന് സാക്ഷി നിൽക്കുകയും ചെയ്യുന്നതിനാൽ കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ ഒളിച്ചോടണ്ട, വിട്ടെറിഞ്ഞു പോകണ്ട, സാക്ഷ്യ നിർവഹണം മതിയാക്കണ്ട, നിലനിൽക്കുക, കഷ്ടം സഹിക്കുക, എന്നിട്ടും കർത്താവിന് വേണ്ടി ധീരതയോടെ പ്രവർത്തിക്കുക. അതാണ് അവിടെ പറയുന്നതായ കാര്യം. ഇതിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, സുവിശേഷകന്റെ വേല ചെയ്യുക. നമുക്കറിയാം, കൃപാവരങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ എല്ലാവരും സുവിശേഷകന്മാരായി വിളിക്കപ്പെട്ടവരല്ല. ചിലരെ ദൈവം അങ്ങനെ പ്രത്യേകം കൃപാവരം കൊടുത്ത് വിളിച്ചിട്ടുണ്ട്. അവരത് നിറപടിയായി ചെയ്യണം. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ച എല്ലാ വിശ്വാസികളും അവൻ്റെ സാക്ഷികളാണ്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നതായ കാര്യം, പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെയും നൽകുന്നതിൻ്റെ ഒന്നാമത്തെ ആവശ്യം യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളാവുക എന്നുള്ളതാണ്. ആകയാൽ ആരിലൊക്കെ പരിശുദ്ധാത്മാവുണ്ടോ, വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളിലും പരിശുദ്ധാത്മാവിൻ്റെ അധിവാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നതും നാം പ്രാർത്ഥനാപൂർവം മനസ്സുവെച്ചാൽ ആ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ശക്തിപ്പെടുത്തപ്പെടുന്നതും മുഖ്യമായിട്ട് യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളാകുവാനാണ്. സാക്ഷി എന്നതൊരു കോടതി ഭാഷയാണ്. ഒരു സാക്ഷിയുടെ ചുമതല എന്നുള്ളത് താൻ കണ്ടത്, കേട്ടത്, മനസ്സിലാക്കിയത് താൻ പറയുക എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ആത്മീകമായി നാം കണ്ടത്, അവൻ്റെ ശബ്ദം നാം ഹൃദയ ചെവികളിൽ കൂടെ കേട്ടത്, അവനെയും അവൻ്റെ രക്ഷയെയും കുറിച്ച് നാം അറിഞ്ഞത്, അത് മറ്റുള്ളവരോട് സാക്ഷിക്കലാണ് നമ്മുടെ ചുമതല. എല്ലാ വിശ്വാസികൾക്കുമുള്ളതായ ചുമതലയാണത്. അതുകൊണ്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും അവൻ്റെ സാക്ഷ്യം നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. എം.ഇ. ചെറിയാൻ സാർ ഒരിക്കൽ പറഞ്ഞ ഒരു ദൃഷ്ടാന്തം ഞാൻ ഓർക്കുകയാണ്. സാർ ആ പറഞ്ഞ കാര്യം, ഒരു ചെറുപ്പക്കാരൻ വടക്കേ ഇന്ത്യയിലേക്ക് സുവിശേഷ വേലയ്ക്കായിപ്പോയി. ഇവിടെ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വടക്കേ ഇന്ത്യയിൽ താൻ ആ പോയ സ്ഥലത്ത് ഒരു വലിയ പീഡനം ഉണ്ടായി. അപ്പോൾ സഭ വളരെ ഭയപ്പെട്ടു. നമ്മുടെ ചെറുപ്പക്കാരൻ കർത്താവിൻ്റെ വേലയിലാണ്, അവിടെ ക്രിസ്ത്യാനികൾക്കെതിരെ അവിടെ പീഡനം നടക്കുകയാണ്, എന്താണ് സംഭവിക്കുക എന്ന് ഭയപ്പെട്ടു. ഏതായാലും ചില നാളുകൾക്ക് ശേഷം ആ ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ വിശ്വാസികളെല്ലാവരും ഒരുമിച്ച്, എങ്ങനെയൊക്കെയായിരുന്നു, എന്തെന്ത് കഷ്ടങ്ങൾ നീ സഹിക്കേണ്ടി വന്നു, ഒന്ന് വിശദീകരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്കൊരു കഷ്ടവും ഉണ്ടായില്ല, കാരണം ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് അവരാരും അറിഞ്ഞില്ല എന്ന്. സാറ് പറഞ്ഞു, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോയവനാ, പക്ഷെ അവനൊരു ക്രിസ്ത്യാനിയാണെന്ന് പോലും ചുറ്റുവട്ടമുള്ളവർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് കുറച്ച് അധികപ്പറ്റായ ഒരു ദൃഷ്ടാന്തമായിരിക്കാം. അങ്ങനെ അധികം പേരില്ലായിരിക്കാം. എന്നാലും ഞാൻ ചൂണ്ടിക്കാണിച്ചത്, കഷ്ടം സഹിക്കേണ്ടി വന്നാലും കർത്താവിൻ്റെ സാക്ഷ്യം നിർവഹിക്കുക, വചനം പ്രസംഗിക്കുക. നാം അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 6-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. താൻ മരണത്തോട് വളരെ അടുത്തു എന്ന് പൗലോസിന് മനസ്സിലായി. ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ഹൃദയത്തിൽ അങ്ങനെ തന്നോട് സംസാരിച്ചതുകൊണ്ടാണ് പ്രധാനമായിട്ടും. എന്നാൽ അതോടൊപ്പം അവിടെ ആ കാരാഗ്രഹത്തിൽ നടക്കുന്ന പതിഞ്ഞുള്ള സംഭാഷണങ്ങളും അവിടെ ചെയ്യുന്ന ക്രമീകരണങ്ങളുമൊക്കെ ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞു, ശിരച്ഛേദം ചെയ്യാനുള്ള വാളുരാകുന്ന ശബ്ദം പോലും പൗലോസ് കേട്ടിരിക്കാമെന്ന്. ശരിയായിരിക്കാം. ഏതായാലും ആ കാര്യങ്ങളിൽ നിന്നൊക്കെ പൗലോസിന് മനസ്സിലായി,
എൻ്റെ മരണ ദിവസം അടുത്തിരിക്കുന്നു. ആ കാര്യത്തെക്കുറിച്ച് താൻ പറയുന്നത് എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. അതിൻ്റെ മുൻപ് പറഞ്ഞ വാചകം, ഞാൻ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. നാം ലേവ്യ പുസ്തകം 28 അധ്യായം വായിക്കുമ്പോൾ വിശേഷാൽ അതിൻ്റെ 14 വാക്യത്തിൽ പാനീയ യാഗത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഒരു യാഗ അർപ്പണ വേളയിൽ, അത് ഒരു പശുവോ കാളയോ ആടോ എന്തുമാകട്ടെ, ആ യാഗം യാഗപീഠത്തിൽ എരിഞ്ഞുകൊണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഒരു കപ്പ് വീഞ്ഞ് അതിന്മേൽ ഒരു പാനീയ യാഗമായി ഒഴിക്കും. അതാണ് പാനീയ യാഗം. യാഗത്തെ നോക്കുമ്പോൾ ഒരു മൃഗം, വിലയുള്ള ഒരു വസ്തു. എന്നാൽ പാനീയ യാഗം തുച്ഛമായ വിലയുള്ള നിസ്സാരം, ഒരു കപ്പ് വീഞ്ഞ്. എന്നിട്ട് പൗലോസ് ഈ ഭാഗം നമുക്ക് ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ ഫിലിപ്പിയ ലേഖനത്തിൽ ഇതേ പ്രയോഗം പൗലോസ് പ്രയോഗിക്കുന്നുണ്ട്. അവിടെ ഫിലിപ്പിയർ 2:17 താൻ അത് പറയുന്നത്. അവിടെ പറയുമ്പോൾ, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗത്തിന്മേൽ എൻ്റെ ജീവരക്തം ഒരു പാനീയ യാഗമായി ഒഴിക്കപ്പെടേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. അപ്പോഴവിടെ ആലോചന എന്താണെന്നറിയാമോ? ഫിലിപ്പിയരുടെ വിശ്വാസം എന്നുള്ളത് ഒരു വലിയ യാഗം. അവരുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി താൻ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നാൽ, തൻ്റെ ജീവനായ രക്തം ചിന്തേണ്ടി വന്നാൽ, താൻ അതിനെക്കുറിച്ച് കണക്കാക്കുന്നത് ആ ഫിലിപ്പിയരുടെ വിശ്വാസമാകുന്ന യാഗത്തിന്മേൽ ഒരു ശകലം വീഞ്ഞൊഴിക്കുന്നതായ പാനീയയാഗം പോലെയുള്ളൂ. പൗലോസിൻ്റെ എളിമ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിന് വേണ്ടി ഇതരരുടെ വിശ്വാസത്തിൽ വീര്യം പകർത്തുവാൻ തക്കവണ്ണം തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള തൻ്റെ സന്നദ്ധത മാത്രമല്ല, അത് വലിയൊരു പൊങ്ങച്ചമായിട്ട് പറയല്ല, പിന്നെ ഒരു ജീവനെ വെച്ചു കൊടുക്കേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും, അങ്ങനെയല്ല. ഒരു പാനീയയാഗമായി തീരുവാൻ ഇടവന്നാൽ ഞാൻ സന്തോഷിക്കും. ആ ആശയം തന്നെയാണ് തൻ്റെ ഈ അന്ത്യനാളുകളിലെ വാക്കുകളിൽ തിമോത്തിയോസിന് എഴുതിയപ്പോഴും താൻ പറയുന്നത്. ഞാൻ പാനീയയാഗമായി ഇപ്പോൾ തന്നെ ഒഴിക്കപ്പെടുന്നു. എന്തൊരു വിനയം, എന്തൊരു എളിമ, ഓ എന്തൊരു മാതൃക നമുക്ക്. അതോടൊപ്പം മറ്റൊരു കാര്യം താൻ പറയുന്നത്, അവിടെ എൻ്റെ നിര്യാണകാലവും അടുത്തു എന്ന് താൻ പറയുന്നതിന് ഇംഗ്ലീഷിൽ ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ ഈസ് അറ്റ് ഹാൻഡ്. എൻ്റെ നിര്യാണകാലം, അതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം അനാലൂസിസ് എന്നാണ്. വേദഭാഷാ പണ്ഡിതന്മാർ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനാലൂസിസ് എന്ന പദത്തിന് 4 സാന്ദർഭിക അർത്ഥങ്ങളുണ്ട്. ഒന്ന്, അത് ഒരു വയലിൽ ഒഴുകുന്നതായ ആളോട് ബന്ധപ്പെട്ടതാണ്. ഈ അനാലൂസിസ് എന്നതിന് 4 പ്രത്യേക അർത്ഥങ്ങളുണ്ട്. അതിലൊന്ന് ഉഴവുകാർ ഉപയോഗിക്കുന്നതായ പദമാണ്. ഉഴുകുന്നതിന് ഉപയോഗിക്കുന്ന കാളയെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുപ്പിച്ചിട്ട് വൈകുന്നേരത്തെ ആ കാളയെ അതിൻ്റെ തൊഴുത്തിൻ്റെ അടുത്ത് കൊണ്ടുവരും. എന്നിട്ട് ആ നുകം അതിൻ്റെ കഴുത്തിൽ നിന്ന് മാറ്റും. ആ നുകം മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് മൂലഭാഷയിൽ അനാലൂസിസ് എന്നുള്ളത്. അപ്പോൾ നുകം അഴിക്കുമ്പോൾ കാളയ്ക്ക് എന്തൊരു സ്വാതന്ത്ര്യമാണ്. കഠിനമായ പകൽ വെയിലുള്ളതായ അധ്വാനം അവസാനിച്ചു. ഇപ്പോൾ ഇനി ഇവിടെ ഇഷ്ടം പോലെ കുടിക്കാം, തിന്നാം, അയവിറക്കാം, വിശ്രമിക്കാം. കാളയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നുകം അഴിക്കുന്നതായ സമയം അതിനെങ്ങനെയാണോ അങ്ങനെയാണ് പൗലോസ് തൻ്റെ നിര്യാണത്തെ ഓർക്കുന്നത്. എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കഴുത്തിൽ നിന്ന് നുകം നീക്കുന്നതായ സമയം ഇതാ വന്നിരിക്കുന്നു. ആശ്വാസത്തിൻ്റെ, സ്വസ്ഥതയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, വിശ്രമത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുവാൻ തക്കവണ്ണമുള്ള എൻ്റെ അനാലൂസിസ് ഇതാ അടുത്തിരിക്കുന്നു. അങ്ങനെയാണ് പൗലോസ് തൻ്റെ നിര്യാണത്തെ, തൻ്റെ മരണത്തെ കണ്ടത്. ബാക്കി 3 പദപ്രയോഗങ്ങൾ, ഒന്ന് യാത്രക്കാർ ഉപയോഗിച്ച പദമാണ്. അത് ദീർഘകാലം വിദേശത്ത് ടെൻ്റ് അടിച്ചു പാർത്ത്
ആ കാലങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ. അന്നൊന്നും സ്റ്റാർ ഹോട്ടലിലും ഒക്കെ അല്ല ജനം പോയി താമസിക്കുക. വിദേശത്ത് എന്തെങ്കിലും ബിസിനസ്സിനോ എന്തെങ്കിലും കാര്യത്തിന് പോകുന്ന വ്യക്തി അവിടെ ഒരു സ്ഥലത്ത് കൂടാരമടിച്ച് ആ കൂടാരത്തിൽ പാർത്ത് തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തിരികെ ഭവനത്തിലേക്ക് വരാൻ തക്കവണ്ണം ആ കൂടാരത്തിൻ്റെ കയറുകൾ അഴിക്കുമ്പോൾ സ്ട്രൈക്കിംഗ് ഔട്ട് ദ ടെന്റ് റോപ്സ്, അത് അഴിക്കുന്നത് അതീവ സന്തോഷത്തിലാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ദിവസമായി. ആ ടെന്റിൻ്റെ കയറുകൾ അഴിക്കുന്നതിന് ഉപയോഗിച്ച പദമാണ് അനാലൂസിസ്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മരണമെന്നുള്ളത് ഈ പരദേശ പ്രയാണം അവസാനിച്ചിരിക്കുന്നു, സ്വന്തം വീട്ടിലേക്ക് പോകുന്നതായ നാള് സമീപമായിരിക്കുന്നു. ആ നിലയിലാണ് താൻ അത് മനസ്സിലാക്കിയത്. കാരണം കൂടാരങ്ങളിൽ പാർക്കുമ്പോൾ വളരെ വളരെ പരിമിതികളുണ്ട്. വിദേശത്ത് പോയ വ്യക്തി അവിടെ കൂടാരത്തിൽ താമസിക്കുമ്പോൾ തൻ്റെ സ്വന്തം വീട്ടിൽ പാർക്കുന്നതായ സുഖ സൗകര്യാദികളൊന്നുമില്ല. അങ്ങനെ പാർക്കുന്ന നാളുകൾ അവസാനിക്കുമ്പോൾ എന്തൊരു വലിയ പ്രതീക്ഷയും സന്തോഷവുമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, കൂടാരമായ ഈ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ, ഈ ശരീരത്തിലെ ജീവിതത്തെ കൂടാരവാസമായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് മരണമെന്നുള്ളത് താൻ കണക്കിലെടുത്തത് അത് കൂടാരം അഴിഞ്ഞു പോകുന്നതായിട്ടാണ്, നിത്യഭവനത്തിലേക്ക് പോകത്തക്ക വിധം കൂടാരവാസം അവസാനിക്കുന്നതായിട്ടാണ്. മൂന്നാമത് അവിടെ ഉപയോഗിക്കുന്നതായ പ്രയോഗം ഒരു തത്വജ്ഞാനിയുടെ പ്രയോഗമാണ്. ഒരു തത്വജ്ഞാനി ഏതെങ്കിലും ഒരു പ്രശ്നത്തെ ദീർഘനാളുകൾ ചിന്തിച്ചിട്ടും വളരെ ആഴമായിട്ടൊക്കെ അന്വേഷിച്ചിട്ടും ഉത്തരം കിട്ടാതെ ഒടുവിൽ അതിനുള്ളതായ തക്കതായ ഉത്തരം കിട്ടുമ്പോൾ താൻ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് അനാലൂസിസ്. ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. പൗലോസിന് മരണമെന്നത് ഉത്തരം കണ്ടെത്തലാണ്. എന്ന് പറഞ്ഞാൽ ജീവിതം ഒരു ചോദ്യചിഹ്നമായിരുന്നെന്നോ പ്രയാസമായിരുന്നെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല. കർത്താവിന് വേണ്ടി അധ്വാനിച്ചതിനെക്കുറിച്ച് സംതൃപ്തി മാത്രമേ ഉള്ളൂ. താഴെയുള്ള വാക്കുകളിലും നമുക്കത് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ മരണമെന്നുള്ളത് ഒരു നഷ്ടക്കച്ചവടമായിട്ടല്ല. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ താൻ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. എന്തൊരു കണക്കുകൂട്ടലാണ്! മരിക്കുന്നത് ലാഭം. ആ അർത്ഥത്തിലാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. ലോകത്തിലെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ഇതൊക്കെ തീർന്നു. ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു മരണത്തോടുകൂടെ. ഒടുവിലായിട്ട് അവിടെ പറയുന്നത് ഒരു കപ്പൽക്കാരൻ്റെ വാക്കാണ്. അത് കപ്പലിൻ്റെ നങ്കൂരം മാറ്റുന്നതിനോട് ബന്ധപ്പെട്ടാണ്. അനാലൂസിസ്, നങ്കൂരം മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല കപ്പലുകളും തുറമുഖത്തോട് അടുക്കുവാൻ തക്കവണ്ണം പുറംകടലിൽ കുറേ നാളുകൾ കാത്തു കിടക്കേണ്ടി വരും. അപ്പോൾ നങ്കൂരമിട്ട് പുറംകടലിൽ തന്നെ കിടക്കും. അത് കഴിഞ്ഞ് തുറമുഖത്ത് ആ കപ്പലിന് പ്രവേശനം നൽകത്തക്കതായ സന്ദേശം ലഭിക്കുമ്പോൾ നങ്കൂരം മാറ്റി കപ്പൽ തുറമുഖത്തേക്ക് മന്നം അങ്ങ് നീങ്ങും. അത് വലിയ സന്തോഷകരമായ അനുഭവമാണ്. പൗലോസിനെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു. ഇക്കരെ നങ്കൂരമിട്ട് കിടക്കുന്ന അവസ്ഥ. എന്നാൽ ഇതാ എൻ്റെ നിര്യാണകാലം അടുത്തു. സ്വർഗീയ തുറമുഖത്തു നിന്ന് സന്ദേശം വന്നിരിക്കുന്നു. ഈ കപ്പൽ ഇനിയും നങ്കൂരമടിച്ച് ഇവിടെ കിടക്കേണ്ടതില്ല. അതിനെ സ്വർഗീയ തുറമുഖത്തേക്ക്, ശുഭ തുറമുഖത്തേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം. ഈ നിലയിലൊക്കെ നാം ചിന്തിക്കുമ്പോൾ പൗലോസ് തൻ്റെ മരണത്തെ, തൻ്റെ രക്തസാക്ഷിത്വത്തെ എങ്ങനെയാണ് വെൽക്കം ചെയ്തത്, സ്വാഗതം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ നാം 7-ാം വാക്യം വായിക്കുമ്പോൾ പൗലോസിൻ്റെ ചാരിതാർത്ഥ്യം നമുക്ക് കാണാം. 7-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നല്ല പോർ പൊരുതു. ഒരു വിശ്വാസി ക്രൂശിൻ്റെ പടയാളിയാണ്. നിരന്തരമായി സാത്താനും അവൻ്റെ ദൂതന്മാരും കർത്താവിനെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉഗ്രയുദ്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ പടയാളികളായിട്ടാണ് വിശ്വാസികൾ ഓരോരുത്തരും നിൽക്കുന്നത്. എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് കൊടുക്കുന്ന പ്രബോധനം നമുക്കറിയാം. സർവായുധവർഗം ധരിച്ചുകൊള്ളുക. നമ്മുടെ പ്രതിയോഗിയായ പിശാച് ദുഷ്ടനാണ് എന്ന് മാത്രമല്ല, അവൻ ശക്തനാണ്. അതുകൊണ്ടാണ്
എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മോടുള്ള പ്രബോധനമായിട്ട് പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുക. നോക്കുക, നാം ഉഗ്രമായ ഒരു യുദ്ധക്കളത്തിലാണ്, ഓരോ ക്രിസ്തു വിശ്വാസിയും. ആകയാൽ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച് അവന് വേണ്ടി പോരാടുവാൻ, അവന് വേണ്ടി പൊരുതുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഈ ജീവിതത്തിൽ കുറെ തിന്നു കുടിച്ച്, കുറെ വലിയ കെട്ടിടം പണിത്, എസ്റ്റേറ്റ് വാങ്ങി, നല്ല ഒക്കെ വാങ്ങി, അടുത്ത 10 തലമുറയ്ക്കുള്ളതും ശേഖരിച്ചു വയ്ക്കുക, ഈ വക ലക്ഷ്യം ആയിരിക്കരുത് നമ്മുടെ ജീവിതം. സ്വസ്ഥമായും സുഖമായും സമൃദ്ധിയായും ജീവിക്കാൻ ദൈവം വക തരുമ്പോൾ അത് ത്യജിക്കണമെന്നോ കളയണമെന്നോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ആവശ്യമുള്ളിടത്തോളം അതൊക്കെ അനുഭവിക്കാം. ദൈവം ന്യായമായി തന്നതൊക്കെ നമുക്ക് ആസ്വദിക്കാം. എന്നാൽ അതിനപ്പുറത്ത് നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം. ദൈവം അതൊക്കെ നമുക്ക് അനുവദിച്ച് തരുന്നത് ഈ പോർക്കളത്തിൽ നാം അടരാടുവാൻ വേണ്ടിയാണ്, നമ്മെ ശക്തിപ്പെടുത്തുവാൻ, നമ്മെ ധൈര്യപ്പെടുത്തുവാൻ, നമ്മെ ഒരുക്കുവാനും കൂടെയാണ്. അതുകൊണ്ട് നാമും നമുക്കുള്ളതും അവൻ്റെ വക എന്ന് എണ്ണിക്കൊണ്ട് അവന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ നാം തയ്യാറാകണം. അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞാൻ നല്ല പോർ പൊരുതു. പിന്നെ പറയുന്നത്, ഓട്ടം തികച്ചു എന്ന് പറയുന്നതിനാൽ ഓടി ഒന്നാമതെത്തി എന്നതിനേക്കാൾ മുൻപിൽ വെച്ചിരുന്നതായ ഒരു ഓട്ടം, ഒരു കോഴ്സ്, അത് പൂർത്തിയാക്കി എന്ന നിലയിലാണ്. ആ തികച്ച ഓട്ടം എന്താ? തൻ്റെ മുൻപിൽ വെച്ചിരുന്ന ഓട്ടം എന്തായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ താൻ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള ചില വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. ഇപ്പോൾ ഇതാ, ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. മനസ്സിലായോ? തൻ്റെ മുൻപിൽ ദൈവം നൽകിയതായ ഓട്ടം എന്താണെന്ന് താൻ തിരിച്ചറിഞ്ഞത്. ദൈവകൃപയുടെ സുവിശേഷം അറിയിക്കുക എന്നതായ ഓട്ടം, ആ കോഴ്സ് ആണ് കർത്താവ് തൻ്റെ മുൻപിൽ വെച്ചിരുന്നത്. താൻ യെരൂശലേമിലേക്ക് യാത്ര പോകുമ്പോൾ പട്ടണം തോറും പരിശുദ്ധാത്മാവിനാലുള്ള സാക്ഷ്യങ്ങൾ പലരിൽ കൂടെ താൻ കേൾക്കുകയാണ്. അവിടെ അറസ്റ്റും ബന്ധനങ്ങളും ഒക്കെയാണ് കാത്തിരിക്കുന്നത് എന്ന് പലരിൽ നിന്ന് താൻ കേട്ടപ്പോൾ നിരുത്സാഹപ്പെട്ട് യെരൂശലേമിലേക്ക് പോകണ്ട എന്ന് വയ്ക്കുകയല്ല. ദൈവനിയോഗത്താൽ താൻ ആ യാത്ര തുടരുക തന്നെയാണ്. എന്നാൽ അവിടെ പറയുന്ന പ്രയോഗം കണ്ടോ? എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. ദൈവകൃപയുടെ ഓട്ടം തികയ്ക്കണമെന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ശുശ്രൂഷ തികയ്ക്കണമെന്നും മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല എന്ന് പറഞ്ഞതിനാൽ ജീവനൊക്കെ എനിക്ക് പുല്ല് വിലയാ, അതൊന്നും വലിയ കാര്യമുള്ളതൊന്നുമല്ല. ആ അർത്ഥത്തിലാണോ? അല്ല. പൗലോസ് തൻ്റെ ആയുസ്സിനെ എത്രമാത്രം വിലമതിച്ചു എന്നുള്ളത് താൻ ഫിലിപ്പിയർക്ക് ലേഖനമെഴുതിയപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഫിലിപ്പിയർ 1:21 വാക്യത്തിൽ താൻ പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. ജീവിക്കുന്നത് ക്രിസ്തു എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും യജമാനനെ സേവിക്കുവാൻ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ലഭിക്കുന്ന സുവർണ അവസരം എന്ന നിലയിലാണ് പൗലോസ് എടുത്തത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുക, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക, ഇനിയും ചിലതൊക്കെ ചെയ്യുക എന്നുള്ളത് തൻ്റെ അതീവ താല്പര്യമുള്ള വിഷയം തന്നെയാണ്. എങ്കിൽ പിന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ സാരം എന്താണെന്നറിയാമോ? സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ള എൻ്റെ ആ ഓട്ടം തികയ്ക്കുന്നതായ പ്രക്രിയയിൽ ഒരു പക്ഷേ എൻ്റെ ജീവനെ വെച്ചു കൊടുക്കേണ്ടി വന്നാൽ ആ അവസരത്തിൽ
ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. എൻ്റെ പ്രാണനേക്കാൾ, എൻ്റെ മരണത്തെക്കാൾ വിലയേറിയതായിട്ട് ഞാൻ എണ്ണുന്നത് എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം തികയ്ക്കണം എന്നുള്ളതാണ്. ആകയാൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് എത്തിയിരിക്കുന്നതായ ഈ ഘട്ടത്തിൽ നാം ഈ വായിച്ചതായ വാക്യത്തിൽ കാണുന്നത്, എൻ്റെ ഓട്ടം തികച്ചു. എന്തൊരു ചാരിതാർത്ഥ്യം! ഓട്ടം തികച്ചു. ഈ തികയ്ക്കുന്ന, ഓടിയെത്തി തികയ്ക്കുന്ന ഓട്ടം എന്നുള്ളത് മറാത്തോൺ ഓട്ടമാണ്. മറാത്തോൺ ഓട്ടത്തിൽ ആ കാലങ്ങളിൽ ഓടി ആദ്യം വരിക എന്നതിനേക്കാൾ ആ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആ മറാത്തോൺ ഓട്ടത്തിൻ്റെ ഉത്ഭവം തന്നെ ഗ്രീക്കുകാരും പേർഷ്യക്കാരും തമ്മിൽ മറത്തോണിൽ ഉഗ്രമായ യുദ്ധം നടക്കുകയായിരുന്നു. തീവ്രമായ ശക്തമായ ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് ആദ്യം ചെറുത്തു നിൽക്കുകയും പിന്നെ മുന്നേറി ഗ്രീക്കുകാർ ജയിക്കുകയും ചെയ്തു. അങ്ങനെ ആ യുദ്ധം ജയിച്ചപ്പോൾ ഒരു ഗ്രീക്ക് പട്ടാളക്കാരൻ ഒരു മുഴുരാത്രിയും മുഴുപകലും മാരത്തോണിൽ നിന്ന് ഏതൻസ് വരെ, അഥേന വരെ ഓടി, നിൽക്കാതെ ഓടി. ക്ഷീണിതനായ താൻ വന്ന് അഥേനയിലെ മജിസ്ട്രേറ്റിൻ്റെ അടുക്കൽ ചെന്ന് ആനന്ദിച്ചുകൊള്ളുക, നാം അവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു വീണു മരിച്ചു. അവൻ്റെ ഓട്ടം തികച്ചു. ആ ഓട്ടം തികയ്ക്കുന്നതിൽ അവൻ്റെ പ്രാണനെ വെച്ചു കൊടുക്കേണ്ടി വന്നു. എന്നാൽ അവൻ്റെ ഓട്ടം തികച്ചു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ നിര്യാണ കാലത്തെ മുൻപിൽ കണ്ടുകൊണ്ട് താൻ പറയുകയാണ്, ഞാൻ ഓട്ടം തികച്ചു. രണ്ടാമത് ആ 7-ാം വാക്യത്തിൽ പൗലോസ് ഒന്നാമത് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു. രണ്ടാമത് പറഞ്ഞു, ഞാൻ ഓട്ടം തികച്ചു. മൂന്നാമതൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതെന്താ? ഞാൻ വിശ്വാസം കാത്തു. വിശ്വാസം കാത്തു എന്ന് പറയുമ്പോൾ തൻ്റെ അവസാന നാൾ വരെ വിശ്വാസത്തിൽ താൻ നിലനിന്നു, തുടർന്നു എന്ന ഒരാശയമുണ്ട്. എന്നാൽ അതിനേക്കാൾ താൻ പ്രാധാന്യത്തോടെ പറയുന്ന കാര്യം വിശ്വാസ വിഷയങ്ങളെ താൻ കാത്തു. യൂദയുടെ ലേഖനം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചതായ ആ ഉപദേശം, ആ സത്യം, ആ ഉപദേശ സത്യങ്ങളെ ആദ്യം ദൈവം ഭരമേൽപ്പിച്ചതായ അതിൻ്റെ പൂർണ്ണമായ ശുദ്ധതയിൽ, അതിൽ മായം ചേർക്കാതെ, അതിൽ വെള്ളം ചേർക്കാതെ ആ ഉപദേശ സത്യങ്ങളെ അതുപോലെ ഞാൻ സംരക്ഷിച്ചു, അതുപോലെ ഞാൻ സൂക്ഷിച്ചു, അതുപോലെ ഞാൻ പാലിച്ചു. ഹോ, എന്തൊരു ചാരിതാർത്ഥ്യം! പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന വചനത്തിൽ കാണുന്നതായ അടിസ്ഥാന സത്യങ്ങൾ, ഉപദേശ വിഷയങ്ങൾ നാം അത് വീറോടെ കാക്കേണ്ടതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും പല രാജ്യങ്ങളിലും ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക് വന്നു പിണയുന്ന ഒരു അബദ്ധം, അതത് രാജ്യത്തുള്ള കീഴ്വഴക്കങ്ങളും പിതൃപാരമ്പര്യങ്ങളും സംസ്കാര കാര്യങ്ങളൊക്കെ ദൈവവചനവുമായി കൂട്ടിക്കുഴച്ചിട്ട് ആരെങ്കിലും എപ്പോഴെങ്കിലും അവരുടെ രീതികൾക്ക് അല്പം വ്യത്യസ്തമായൊരു കാര്യം പറഞ്ഞാൽ അത് വചനപ്രകാരം നിലനിൽക്കുന്നതാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് പകരം നമ്മുടെ പിതാക്കന്മാർ ചെയ്തത് ഇങ്ങനെയല്ല, അതുകൊണ്ട് നമുക്കത് വേണ്ട എന്നങ്ങ് തള്ളുകയും സ്പർദ്ധ ഉളവാക്കുകയും അങ്ങനെ പറയുന്നവരെ ശത്രുക്കളായിട്ട് കണക്കാക്കുകയും ചെയ്യുക എന്നത് പരമ അബദ്ധമാണ്. നമുക്ക് നമ്മുടെ കീഴ്വഴക്കങ്ങളെ, നമ്മുടെ പിതൃപാരമ്പര്യത്തെ, നമ്മുടെ സംസ്കാരത്തെ പാലിക്കുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ അതൊരിക്കലും ദൈവവചന അനുസരണത്തിന് എതിരായിട്ടിരിക്കാൻ പാടില്ല. നമ്മുടെ സംസ്കാരം, കീഴ്വഴക്കം, പിതൃപാരമ്പര്യം മുതലായവയിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നവരെ കണ്ടാൽ നാം അവരെ ശത്രുക്കളായി കണക്കാക്കേണ്ടതില്ല. അവർ വചനവിരുദ്ധമായി പോകുന്നവർ എന്ന് വിചാരിക്കേണ്ടതില്ല. അവർ ചെയ്യുന്നതായ കാര്യങ്ങളോ അവർ പഠിപ്പിക്കുന്നതായ വിഷയങ്ങളോ ദൈവവചനമാകുന്ന ബൈബിളുമായി തട്ടിച്ച് നോക്കിയിട്ട് അംഗീകരിക്കുന്ന തരത്തിലുള്ളവയാണെങ്കിൽ അംഗീകരിക്കണം. ആ മനസ്കത നമുക്കുണ്ടാകണം. പലപ്പോഴും അത് കാണുന്നില്ല. എന്നാൽ അതേ സമയത്ത് അടിസ്ഥാന ഉപദേശങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ അത് അതിൻ്റെ ശുദ്ധതയിൽ പാലിക്കുവാൻ, അതിനെ പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. പൗലോസിന് ആ ചാരിതാർത്ഥ്യമുണ്ട്. അത് നാം പിൻപറ്റുവാൻ മതിയായ ഒരു കാര്യമാണ്. ഇനി അതിൻ്റെ 8-ാം വാക്യം,
അതായത് തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. നീതിയുടെ കിരീടം. ഇവിടെ നാം വായിക്കുന്നത്, പൗലോസ് മുൻപോട്ട് നോക്കി, നിര്യാണകാലം അടുത്തു, പക്ഷേ വാട്ട് നെക്സ്റ്റ്? ഇനി അടുത്തെനിക്ക് എന്താ ഉള്ളത്? നീതിയുടെ കിരീടം എനിക്കായിട്ട് നൽകും. നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസം അത് എനിക്ക് തരും. ആ ദിവസം എന്ന് താൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തു തൻ്റെ ന്യായാസനത്തിങ്കൽ നമ്മുടെ പ്രവൃത്തികളെ ശോധന ചെയ്യുന്നതായ നാളിൽ. പക്ഷെ ഇവിടെ ഒരു രസകരമായ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതെന്താണെന്നറിയാമോ? രസകരമായ തെറ്റിദ്ധാരണ. അനേക വിശ്വാസികൾ വിചാരിക്കുന്നത് 5 കിരീടങ്ങളെക്കുറിച്ചാണ് ഏകദേശം പുതിയ നിയമത്തിൽ നാം വായിക്കുന്നത്. അപ്പം അനേകരുടെ വിചാരം, ഇതിൽ ഒരെണ്ണം, ഈ നീതിയുടെ കിരീടം എനിക്ക് കിട്ടും. അതെങ്ങനെയാ? അതെല്ലാ വിശ്വാസികൾക്കും കിട്ടും. കാരണം പൗലോസ് പറഞ്ഞില്ലേ, എനിക്ക് മാത്രമല്ല, കർത്താവിൻ്റെ വരവിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എന്ന്. നമ്മളൊക്കെ കർത്താവിൻ്റെ വരവിനെയല്ലേ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊക്കെ അത് കിട്ടുമല്ലോ. ആ നിലയിലാണ് ധരിച്ചിരിക്കുന്നത്. അത് തെറ്റിദ്ധാരണയാണ്. ഒരു കാര്യം ഏതായാലും തറപ്പിച്ച് പറയാം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഒരു വിശ്വാസിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്താ പറയുന്നത്? അവൻ്റെ പ്രവൃത്തികളെ ശോധന ചെയ്തപ്പോൾ മുഴുവനും വെന്തുപോയി, പ്രതിഫലത്തിനായിട്ട് ഒന്നുമില്ല. അവന് നീതിയുടെ കിരീടം കിട്ടുമോ? ഒരിക്കലുമില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ 8-ാം വാക്യം 7-ാം വാക്യത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാ. 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതിൻ്റെ വെളിച്ചത്തിലാണ് 8-ാം വാക്യത്തിൽ പറയുന്നത്, ആ നീതിയുടെ കിരീടം എനിക്ക് ലഭിക്കും. അതുകൊണ്ട് എല്ലാ വിശ്വാസികൾക്കും അങ്ങ് ചുമ്മാ കിട്ടുന്നതല്ല ഈ നീതിയുടെ കിരീടം. എല്ലാ വിശ്വാസികളും അവൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നല്ല കാര്യം, വരുന്നല്ലോ, വരട്ടെ എന്നുള്ള മനോഭാവമൊക്കെ ഉള്ളവരാണെങ്കിലും അവൻ്റെ വരവിൽ പ്രിയം വെച്ചവർ എന്നെല്ലാ വിശ്വാസികളെക്കുറിച്ചും പറയാൻ സാധിക്കുകയില്ല. പഴയ നിയമത്തിലെ ഒരു സംഭവം ഞാൻ ചൂണ്ടിക്കാണിക്കാം. 2 ശമൂവേൽ 19-ാം അധ്യായമാണ്. അവിടെ ആ 19-ാം അധ്യായത്തിൽ സ്വന്തം മകനായ അബ്ശാലോമിൻ്റെ മത്സരം മുഖാന്തരം രാജധാനി വിട്ട് ഓടിപ്പോകേണ്ടി വന്ന ദാവീദ് താൻ അങ്ങനെ ഒളിവിൽ പാർത്തതായ കാലത്ത് അബ്ശാലോം മരണപ്പെടുവാനിടയായി. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ദാവീദിനെ വീണ്ടും രാജാവായി കൊണ്ടുവരുവാൻ ഇസ്രായേൽ ജനം ആഗ്രഹിച്ചു. അങ്ങനെ അതിനുള്ള ക്രമീകരണം ചെയ്തു. എന്നിട്ട് ആ 19-ാം അധ്യായത്തിൽ ദാവീദ് മടങ്ങി വരുന്നതായ ഘട്ടം, ഇസ്രായേല്യർ അനേകർ ദാവീദിനെ എതിരേൽക്കുവാൻ തക്കവണ്ണം വന്നിട്ടുണ്ട്. അങ്ങനെ വന്നവരുടെ കൂട്ടത്തിൽ മെഫിബോശേത്ത് എന്ന ഒരുവനുണ്ടായിരുന്നു. മെഫിബോശേത്തിനെ കുറിച്ച് നമുക്കറിയാം. ശൗലാകുന്ന ശത്രു കുടുംബത്തിൽ ജനിച്ചവനെങ്കിലും ദാവീദ് സിംഹാസനസ്ഥനായപ്പോൾ യോനഥാൻ മുഖാന്തരം നന്മ കാണിച്ചവനാണ് മെഫിബോശേത്ത്. സമ്പത്തൊക്കെ തിരികെ കൊടുത്തിട്ട്, നീയോ എൻ്റെ അരമനയിൽ എല്ലാ നാളും എൻ്റെ മേശയിൽ നിന്നും ഭക്ഷിച്ചുകൊള്ളുക എന്ന് കേട്ടവനാണ്. അത് കേട്ടപ്പോൾ നെടുമ്പാടെ വീണുകൊണ്ട് ചത്തനായെ പോലെയുള്ള അടിയനെ കരുതുവാൻ അടിയൻ എന്ത് എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. എന്നാൽ ദാവീദ് അബ്ശാലോമിൻ്റെ മത്സരം മുഖാന്തരം രാജധാനി വിട്ട് പോകുന്നതായ വേളയിൽ ദാവീദിനോട് കൂറുള്ളവരായ അനേകർ അവൻ്റെ കൂടെ പോയി. മെഫിബോശേത്തും പോകാൻ ആഗ്രഹിച്ചു. എന്നാൽ തൻ്റെ ദാസനായ സീബ തന്നെ ചതിച്ചു. തനിക്ക് പോകാൻ ഒത്തില്ല. ദാവീദ് വിദൂരതയിൽ പാർത്തതായ നാളുകൾ മെഫിബോശേത്ത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ദാവീദിൻ്റെ മടങ്ങി വരവിന് വേണ്ടി. ദാവീദ് മടങ്ങി വന്നപ്പോൾ മെഫിബോശേത്തിനെ കണ്ടപ്പോൾ ഒരു ചോദ്യം, നീ എന്നോടുകൂടെ പോരാഞ്ഞത് എന്തേ? അപ്പോൾ മെഫിബോശേത്ത് പറഞ്ഞു, അയ്യോ രാജാവേ, അടിയനെ സീബ അടിയൻ്റെ ദാസൻ ചതിച്ചതാണ്. അപ്പോൾ സീബ വേറെ ചില കഥകളൊക്കെ പറഞ്ഞ് അവൻ വരാൻ ആഗ്രഹിക്കുന്നില്ല, അവൻ രാജകൊട്ടാരത്തിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ച് സുഖിക്കാൻ വേണ്ടി അവിടെ തങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ച് ഈ മെഫിബോശേത്തിന് വരേണ്ട വസ്തുവകകളും സ്വത്തുമൊക്കെ സീബയ്ക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ദാവീദ്. പക്ഷേ മെഫിബോശേത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ ദാവീദ് പറഞ്ഞു, ഇനി അധികം പറയുന്നത് എന്തിന്? സമ്പത്ത് നിങ്ങൾ 2 പേരും കൂടെ അങ്ങ് വിഭജിച്ചെടുത്തോളൂ.
അതിന് മറുപടിയായിട്ട് മെഫിബോശേത്ത് പറഞ്ഞ കാര്യങ്ങളാണ് 24-ാം വാക്യത്തിൽ. ആ വാക്യത്തിലും അതേ ചുറ്റിപ്പറ്റിയുള്ള വാക്യങ്ങളിലും പറയുന്ന ആശയം എന്താണെന്നറിയാമോ? ദാവീദ് രാജാവ് പോയ നാൾ മുതൽ അവൻ മടങ്ങി വരുന്നതായ നാൾ വരെ മെഫിബോശേത്ത് തൻ്റെ കാലിന് ചികിത്സ ചെയ്തില്ല. 2 കാലും മുടന്തനായിരുന്നു, ചികിത്സയിലായിരുന്നു. എന്നാൽ രാജാവ് പോയ നാൾ മുതൽ മടങ്ങി വരുന്നത് വരെ 2 കാലിനും ചികിത്സ അവൻ ചെയ്തില്ല. അവൻ്റെ വസ്ത്രം അലക്കിയില്ല, അവൻ്റെ താടി ഒതുക്കിയില്ല. എന്തുകൊണ്ട്? രാജാവ് എപ്പോൾ വരും, രാജാവ് എന്ന് വരും എന്ന് കാത്തുകൊണ്ട് അവൻ്റെ വരവിന് വേണ്ടി പ്രിയം വെച്ച് ആ മെഫിബോശേത്ത് തന്നെത്താൻ ത്യജിച്ച് കാത്തിരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഇസ്രായേലിൽ ദാവീദിന്റെ മടങ്ങി വരവിന് വേണ്ടി ആശിച്ചവർ, ആഗ്രഹിച്ചവർ അനേകരുണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ ഒരു മെഫിബോശേത്ത് രാജാവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി അത്രമാത്രം പ്രിയം വെച്ചുകൊണ്ട് ആകാംക്ഷയോടെ കാത്തിരുന്ന. ആകയാൽ പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ വരവിൽ പ്രിയം വെച്ചവർ എന്ന് പറഞ്ഞാൽ കേവലം അവൻ്റെ വരവ് നടന്നോട്ടെ എന്നുള്ള ചിന്തയിലിരിക്കുന്നവരെ കുറിച്ചല്ല. അവൻ്റെ വരവ് എന്ന വിഷയം അവരുടെ ജീവിതത്തെ ആകർഷിച്ചിട്ട്, ഹഠാതാകർഷിച്ചിട്ട് അവരുടെ ജീവിതത്തിൻ്റെ വാക്കുകൾ, ചേഷ്ടകൾ, പോക്കുകൾ, വരവുകൾ എല്ലാം തന്നെ അതിൻ്റെ സ്വാധീനതയിൽ ആ വരവിനെ ത്വരിതപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങളായിട്ട് അവരുടെ ജീവിതത്തെ ഉഴിഞ്ഞു വെച്ച ആളുകളാണ് കർത്താവിൻ്റെ വരവിൽ പ്രിയം വെച്ചവർ. അവർക്കാണ് നീതിയുടെ കിരീടം. അതുകൊണ്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലന് നീതിയുടെ കിരീടം എന്നതായ ആ പ്രതീക്ഷ പുതുക്കുന്നതായിട്ട് കാണാം. ഇവിടെ നാം നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ മരണത്തിൻ്റെ തൊട്ട് മുൻപ് തൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുകയാണ്. ഭൂതകാലത്തേക്ക് നോക്കിക്കൊണ്ട് തനിക്ക് തികഞ്ഞ ചാരിതാർത്ഥ്യം, വർത്തമാനകാലത്തെ നോക്കുമ്പോൾ തികഞ്ഞതായ സ്വസ്ഥതയും വിടുതലും, ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഭംഗമില്ലാത്ത പ്രത്യാശ, പ്രതിഫലങ്ങളെക്കുറിച്ചുള്ളതായ പ്രതീക്ഷ. എന്തൊരു ജീവിതം! നമ്മുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ തരത്തിലുള്ളതായ ഒരു ചാരിതാർത്ഥ്യത്തിൻ്റെ മുഹൂർത്തം നമുക്കുണ്ടാകുമോ? ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്നാണ് നാം കർത്താവിന് വേണ്ടി നല്ല പോർ പൊരുതുവാൻ, ഓട്ടം തികയ്ക്കുവാൻ, വിശ്വാസം കാക്കുവാൻ നാം പ്രയത്നിക്കേണ്ടത്. നാം ഇവിടെ താഴെ വായിക്കുമ്പോൾ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും 21-ാം വാക്യത്തിലും നാം വായിക്കുന്നത്, എല്ലാവരും എന്നെ വിട്ടു പോയി, ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ. എന്നിട്ട് കൂട്ടായ്മയ്ക്കായിട്ട് വാഞ്ചിക്കുന്ന പൗലോസ് തിമോഥെയോസിനോട് വേഗം വരുവാൻ തക്കവണ്ണം അവനോട് പറയുകയാണ്. ആവർത്തിച്ചത് പറയുന്നു 4 പ്രാവശ്യം. 9-ാം വാക്യം, 11-ാം വാക്യം, 13-ാം വാക്യം, 21-ാം വാക്യം. ഈ വാക്യങ്ങളിലൊക്കെയും തിമോഥെയോസെ വേഗം വരണം എന്ന് പറയുന്നതായിട്ട് കാണാം. വയോധികനായ പൗലോസ് തൻ്റെ ചോരയും നീരും കർത്താവിന് വേണ്ടി ഊറ്റിക്കൊടുത്തുകൊണ്ട് വളരെ പ്രയത്നിച്ച്, എന്നാൽ തൻ്റെ അവസാന നാളുകളിൽ ഏകാന്തതയിൽ ആ നാറുന്ന നനഞ്ഞ ആ ജയിലറയിൽ കിടന്നുകൊണ്ട് താൻ വളരെയധികം കാക്ഷിക്കുകയാണ് സഹവിശ്വാസികളുമായി, തന്നെ സ്നേഹിക്കുന്നവരുമായി ഒരു കൂട്ടായ്മയുടെ അനുഭവം അനുഭവിക്കുവാൻ തക്കവണ്ണം. മാത്രമല്ല അവിടെ താൻ പറയുന്നത് 11-ാം വാക്യത്തിൽ മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരിക. വളരെ വികാരഭരിതമായൊരു കാര്യം അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ നാം വായിക്കുമ്പോൾ വിശേഷാൽ 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. അതെന്താണെന്നറിയാമോ? യോഹന്നാൻ മർക്കോസിനെ കുറിച്ചുള്ള ഒരു സംഭവം. ആദ്യത്തെ മിഷണറി യാത്രയിൽ പൗലോസും ബർന്നബാസും കൂടെ പോയപ്പോൾ യോഹന്നാൻ മർക്കോസിനെ ഒരു സഹായിയായിട്ട് കൊണ്ടുപോയിരുന്നു. എന്നാൽ പകുതി യാത്ര കഴിഞ്ഞപ്പോൾ യോഹന്നാൻ മർക്കോസ് മടങ്ങിപ്പോയി. നമുക്കറിഞ്ഞുകൂടാ എന്തുകൊണ്ടെന്ന്, അവിടെ വിശദീകരിച്ചിട്ടില്ല. ഒരു പക്ഷേ ജീവിതത്തിൻ്റെ കാഠിന്യവും സുവിശേഷത്തോടുള്ള എതിർപ്പും ജീവൻ തന്നെ അപകടമായി പോകാമാകുന്ന സാധ്യതകളും കണ്ടപ്പോൾ പിന്തിരിഞ്ഞു പോയതായിരിക്കാം. എന്നാൽ അതിൻ്റെ ശേഷം പിന്നീടൊരു മിഷണറി യാത്രയ്ക്ക് വേണ്ടി പൗലോസും ബർന്നബാസും ഒരുങ്ങുമ്പോൾ യോഹന്നാൻ മർക്കോസിനെയും കൂടെ കൊണ്ടുപോകുവാൻ ബർന്നബാസ് ആഗ്രഹിച്ചു. എന്നാൽ വേലയിൽ അത്രമാത്രം തീക്ഷ്ണതയുണ്ടായിരുന്ന പൗലോസ് വേല വിട്ട് പകുതിക്ക് മടങ്ങിപ്പോയ മർക്കോസിനെ പിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചില്ല. അത് ബർന്നബാസിനും പൗലോസിനും തമ്മിൽ ഉഗ്രമായ വാഗ്വാദത്തിനിടയാക്കി. 2 പേരും വേർതിരിഞ്ഞ് വെവ്വേറെ യാത്രകൾ പോകുവാൻ അത് ഇടയാക്കി. ഈ ലേഖനം എഴുതുന്നതിന് മുൻപ് തന്നെ യോഹന്നാൻ മർക്കോസിനെ സംബന്ധിച്ചിടത്തോളം
താനുമായിട്ട് ഒത്തുതീർന്ന യഥാസ്ഥാനപ്പെട്ടതായ അനുഭവത്തിൻ്റെ കാര്യങ്ങൾ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്കറിയാം. എന്നാൽ ഇവിടെ പൗലോസിൻ്റെ ഈ അന്ത്യ ദിനങ്ങളിൽ യോഹന്നാൻ മർക്കോസിനെയും കൂടെ ഒന്ന് കാണുവാൻ, ഒരുമിച്ച് ഒരു കൂട്ടായ്മ അനുഭവിക്കുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തിമോത്തിയോസിനോട് പറയാണ്, മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന്. 13-ാം വാക്യത്തിൽ ഒരു കാര്യം താൻ പറയുന്നുണ്ട്, വളരെ സ്പർശകമായ ഒരു കാര്യം. എന്താണത് 13-ാം വാക്യത്തിൽ പറയുന്നത്? ഞാൻ ത്രോവാസിൽ കർപ്പോസിൻ്റെ പക്കൽ വെച്ചേച്ച് പോന്ന പുതപ്പ് കൊണ്ടുവരണം. പുതപ്പ്. പ്രിയമുള്ളവരെ, ശീതകാലം അടുത്തിരിക്കുന്നു. വേണ്ട പോലെ വസ്ത്രങ്ങളില്ലാത്തവനായി, തണുപ്പുകാലത്ത് പുതയ്ക്കാൻ പുതപ്പില്ലാത്തവനായി കർത്താവിൻ്റെ ദാസൻ വലയുകയാണ്. തിമോത്തിയോസിനോട് പറയാം, നീ വരുമ്പോൾ എൻ്റെ ആ പുതപ്പും കൂടെ കൊണ്ടുവരണം. തൻ്റെ അപ്പോഴത്തെ അനുഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുമോ? ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ എന്തുമാത്രം പിറുപിറുത്തേനേയും എന്തുമാത്രം പരാതിപ്പെട്ടേനേയും. ഈ കർത്താവിന് വേണ്ടി ഇത്രമാത്രമൊക്കെ സേവ ചെയ്തിട്ട് എൻ്റെ അന്ത്യനാളുകൾ ഒന്ന് സ്വസ്ഥമായി ഒന്ന് സുഖമായി പോകാനും കൂടെ കർത്താവ് അനുവദിച്ചില്ലല്ലോ എന്നൊക്കെ ചോദ്യം ചെയ്തു പോയേനെ നാം. നമുക്കറിയാം, അനേക വിശ്വാസികൾ ആ നിലയിൽ, ശിഷ്യന്മാർ പോലും ഒരിക്കൽ കർത്താവ് ആ പടകിൽ ഉറങ്ങുന്നതായ സമയം കാറ്റ് പ്രതികൂലമായി, ഈശാനമൂലൻ കാറ്റടിച്ചു, അവർ തണ്ട് വലിച്ചു വലഞ്ഞു. അതൊക്കെ ശരിയാണ് കേട്ടോ. എങ്കിലും അവർ വന്ന് കർത്താവിനോട് ഉണർത്തിക്കൊണ്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ഏതുമില്ലയോ? ഹോ, എന്തൊരു ശരം കണക്കെയുള്ള ചോദ്യമായിരുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ പൗലോസിൻ്റെ ഈ അനുഭവത്തിൽ കൂടെ എങ്ങാനും കടന്നാൽ അങ്ങനെയുള്ള 100 ചോദ്യങ്ങൾ ചോദിച്ചു പോയെന്ന് കാണാം. എന്നാൽ യാതൊരു പരാതിയുമില്ല, യാതൊരു തരത്തിലുള്ള പിറുപിറുപ്പുമില്ല. ശാന്തമായിട്ടെല്ലാം അനുഭവിക്കുക. ഇവിടെ ഭയങ്കര തണുപ്പാണ്, എനിക്ക് പുതയ്ക്കാനൊന്നുമില്ല. തിമോത്തിയോസെ, നീ വരുമ്പോൾ ഞാൻ കർപ്പോസിൻ്റെ വീട്ടിൽ വിട്ടുപോന്നിരിക്കുന്ന ആ പുതപ്പും കൂടെ കൊണ്ടുവരണം. അതുമാത്രമല്ല, പിന്നെ താൻ 13-ാം വാക്യത്തിൽ ആവശ്യപ്പെടുന്നത് പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. പുസ്തകങ്ങൾ എന്ന് പറയുന്നത് പൗലോസ് എഴുതിക്കൊണ്ടിരുന്നതായ ലേഖനങ്ങളോ പുസ്തകങ്ങളോ ഒക്കെ ആയിരിക്കും. ചർമ്മലിഖിതങ്ങൾ എന്ന് പറയുന്നത് തിരുവെഴുത്തിൻ്റെ ചുരുളുകളായിരിക്കും. അവ കൊണ്ടുവരാൻ നോക്കുക. നിര്യാണകാലം അടുത്തതായിട്ട് ബോധ്യമുണ്ട്. മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് താൻ ആയിരിക്കുന്നു. ഏകാന്ത തടവിൽ താൻ കിടക്കുന്നു. അവിടെ വെച്ചും ദൈവവചനം പാരായണം ചെയ്യുവാനും ദൈവവചനം എഴുതി കുത്തിക്കുറിച്ചിടുവാനും ദൈവത്തിൻ്റെ ഭൃത്യൻ ആഗ്രഹിക്കുന്നു. പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരുവാൻ തക്കവണ്ണം താൻ ആവശ്യപ്പെടുന്നതായിട്ട് കാണാം. 14ഉം 15ഉം വാക്യങ്ങളിൽ നാം ഒരു അലക്സാണ്ടറിനെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. ചെമ്പുമണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക. എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. ഇവിടെ പലരെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അലക്സാണ്ടറെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവർ തുണ നിൽക്കാതെ അകന്നു നിന്നത് തങ്ങളുടെ ജീവനെ ഓർത്തിട്ടായിരിക്കാം, മരണത്തെ ഭയപ്പെട്ടിട്ടായിരിക്കാം, ശത്രുക്കളുടെ കൈകളാൽ അനുഭവിക്കേണ്ട പീഡനങ്ങളെ ഓർത്തിട്ടായിരിക്കാം. എന്നാൽ ഈ അലക്സാണ്ടറിനെ കുറിച്ച് ഇത്രമാത്രം പൗലോസ് എടുത്തു പറയാൻ, മറ്റുള്ളവരോടൊക്കെ അവരുടെ കുറ്റത്തിന് ദൈവം അവരെ ശിക്ഷിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അലക്സാണ്ടറിനെ കുറിച്ച് നാം വായിക്കുന്നത് കർത്താവ് അവന് പകരം ചെയ്യും. എന്താണ് ഇത്ര വ്യത്യാസം? ഇത് 2 തരത്തിലുള്ളതായ പ്രയോഗങ്ങളാണോ? അല്ലല്ല. മറ്റുള്ളവരൊക്കെ ചെയ്തതായ കാര്യം പൗലോസിനോടുള്ള ബന്ധത്തിൽ കഠിന കാര്യങ്ങളാണെങ്കിലും അവരുടെ ബലഹീനതയിൽ അത് ചെയ്തു. എന്നാൽ അലക്സാണ്ടർ അങ്ങനെ പൗലോസിനെതിരായിട്ടല്ല, നമ്മുടെ പ്രസംഗത്തോട് അവൻ എതിർത്ത് നിന്നു എന്ന് പറഞ്ഞാൽ പൗലോസിനോടുള്ള അവൻ്റെ കോപവും വിദ്വേഷവും മുഖാന്തരം പൗലോസിനെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന് മാത്രമല്ല, പൗലോസിൻ്റെ സുവിശേഷത്തിന് എതിരായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം താൻ സജീവമായി രംഗത്തുണ്ടായിരുന്നു. അനേക ആളുകൾ, പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് പൗലോസിനെ അറസ്റ്റ് ചെയ്യുവാൻ ഒറ്റിക്കൊടുത്തതും ഈ അലക്സാണ്ടർ ആയിരിക്കും. മാത്രമല്ല, അവിടെയുള്ളതായ റോമൻ കോടതിയുടെ മുൻപാകെ പൗലോസിനെതിരായിട്ട് മൊഴി നൽകിയതും ഈ അലക്സാണ്ടർ ആയിരിക്കും. ആരാണ് ഈ അലക്സാണ്ടർ? അവനെക്കുറിച്ച് വായിക്കുമ്പോൾ അവനൊരു വിശ്വാസിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 20-ാം വാക്യത്തിൽ പൗലോസ്
അച്ചടക്ക നടപടിക്ക് വിധേയപ്പെടുത്തിയ ഒരു അലക്സാണ്ടറെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആ അലക്സാണ്ടർ തന്നെയായിരിക്കും ഇവിടെയും പറഞ്ഞിരിക്കുന്ന അലക്സാണ്ടർ എന്ന് നമുക്ക് ന്യായമായിട്ട് അനുമാനിക്കാം. അങ്ങനെയായാൽ അവനൊരു വിശ്വാസി തന്നെയാണ്. പക്ഷേ അവൻ്റെ നേരെ അച്ചടക്ക നടപടി അപ്പോസ്തലനായ പൗലോസ് സഭ മുഖാന്തരമായി എടുത്തപ്പോൾ അവനുണ്ടായ കോപം, അവൻ്റെ പ്രതികാര മനോഭാവം അപ്പോസ്തലനായ പൗലോസിനെ തകർക്കുവാൻ മാത്രമല്ല, പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തെ തന്നെ തകർക്കുവാൻ അവനിലുള്ള വെളിച്ചം ഇരുട്ടായപ്പോൾ അത്രമാത്രം ഘോരമായ ഇരുട്ടായി തീർന്നു. എന്തൊരു ഭയങ്കരമായ കാര്യം! പൗലോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുമ്പോൾ തൻ്റെ കൂടെ നിൽക്കേണ്ട, തന്നെ സഹായിക്കേണ്ടതായ ഒരു വ്യക്തി തനിക്കെതിരായിട്ട് സംസാരിക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്യുക എന്നുള്ളത് നാം അറിയുന്നത് പോലെ ഇതിൻ്റെ 16 മുതൽ 18 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. ഒരു ഒന്നാം പ്രതിവാദവും ഒരുപക്ഷെ രണ്ടാം പ്രതിവാദവും ഉണ്ടായോ? അതോ തൻ്റെ ഒന്നാം പ്രതിവാദം കഴിഞ്ഞ ശേഷം തന്നെ വധിക്കുകയായിരുന്നോ? നമുക്ക് മുഴുവൻ അങ്ങ് ക്ലിയർ അല്ല. എന്നാൽ ഒരു കാര്യം ക്ലിയറായിട്ട് നമുക്കവിടെ കാണാം. എന്താണെന്നറിയാമോ? ആരും അനുകൂലമായിട്ട് നിന്നില്ലെങ്കിലും നാം അവിടെ വായിക്കുന്നത്, കർത്താവോ എനിക്ക് തുണയായി നിന്നു. ആ വാക്യം നോക്കുക, അതിൻ്റെ 16 മുതൽ. എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണ നിന്നു. പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. ദുഃഖത്തിൻ്റെ, നിരാശയുടെ, പ്രയാസത്തിൻ്റെ, നിസ്സഹായതയുടെ നെല്ലിപ്പടി വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നതായ അവസ്ഥയിൽ ആരോരും തുണയില്ലാതെ എല്ലാവരും പ്രതികൂലമായി നിന്ന സമയത്ത് ആ അടിത്തറയിൽ നിന്ന്, ഏറ്റവും അടിയിൽ നിന്ന് ഇതാ വരുന്നു വിജയത്തിന്റെ ഭേരി. കർത്താവ് എനിക്ക് തുണ നിന്നു. പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാൻ എന്നെ ശക്തിപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലെ അവസാനത്തെ പ്രസംഗം ആ റോമ കോടതിയിൽ അന്ന് മജിസ്ട്രേറ്റുമാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും കൂടി വന്നിരുന്നതായ സമയം, ഗാലറികൾ നിറയെ സന്ദർശകരായ ജാതികളും യഹൂദന്മാരും തിങ്ങി നിന്നിരുന്നതായ സമയം, വേദപണ്ഡിതന്മാരുടെയും ചരിത്രകാരന്മാരുടെയും അഭിപ്രായത്തിൽ അത്ര ചരിത്ര സംഭവമായ പൗലോസിന്റെ അന്ത്യവിസ്താരത്തിൽ കൈസർ തന്നെ സന്നിഹിതനായിരുന്നിരിക്കാം, നീറോ ചക്രവർത്തി താൻ തന്നെ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെ റോമ സാമ്രാജ്യത്തിന്റെ ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു വലിയ കൂട്ടത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് താൻ കൈവിടപ്പെട്ടവനായിരുന്നുവെങ്കിലും ആരോരും തനിക്ക് തുണ ഉണ്ടായിരുന്നില്ലെങ്കിലും, അലക്സാണ്ടർ തനിക്കെതിരായിട്ട് സാക്ഷ്യം പറയുവാൻ തയ്യാറായിട്ടുണ്ടായിരുന്നെങ്കിലും കർത്താവ് തുണ നിന്നു. അവനെ ശക്തിപ്പെടുത്തി. ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായ ശക്തിയോടുകൂടെ അവരെല്ലാവരും കേൾക്കത്തക്ക വിധം ദൈവം തന്നെ ഉപയോഗിച്ചു എന്നുള്ള സ്തോത്രസ്വരമാണ് പൗലോസിൽ നിന്ന് അവസാനമായിട്ട് ഉയരുന്നത്. ആ നിലയിൽ പൗലോസ് തൻ്റെ ദൗത്യം തികച്ചു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അത്ഭുതകരമായ നിലയിൽ ദൈവം പ്രവർത്തിച്ച ആ വിടുതൽ എന്തുമാത്രം സ്തോത്രത്തിന് മുഖാന്തരമായി തീർന്നു. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പൂർണ്ണമായിട്ടും തൻ്റെ ഓട്ടം അവിടെ തികച്ചു, തൻ്റെ ശുശ്രൂഷ താൻ തീർത്തു, നല്ല പോർ താൻ പൊരുതു എന്ന് തൻ്റെ അവസാനത്തെ വാക്കുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ചില വന്ദനം ചൊല്ലലും മറ്റും പറഞ്ഞ് ആ ലേഖനം അവസാനിപ്പിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ അപ്പോസ്തലനായ പൗലോസിൻ്റെ അവസാനത്തെ വാക്കുകൾ. കാരണം ആദ്യമേ ഞാൻ അറിയിച്ചല്ലോ, ഈ ലേഖനം എഴുതി ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ റോമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഓസ്റ്റിയൻ റോഡിൽ വെച്ച് പൗലോസിൻ്റെ ശിരച്ഛേദം നടന്നു. തൻ്റെ തല വെട്ടിമാറ്റി. അങ്ങനെയാണ് താൻ രക്തസാക്ഷിത്വം വരിച്ചത്. എന്നാൽ താൻ ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകളാൽ നമുക്ക് എന്തുമാത്രം നമ്മെ തന്നെ ഉണർത്തുവാൻ ആവശ്യമുണ്ട്. മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി തന്നെത്താൻ അവസാനത്തോളം എരിഞ്ഞടങ്ങുവാൻ തക്കവണ്ണം ഇടയായതായ കാര്യം. നമ്മുടെ ഭാരതത്തിൽ ആ വടക്ക് കിഴക്കൻ പ്രദേശത്തുള്ള നാഗാലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു പ്രത്യേക ശവക്കോട്ടയുണ്ട്. ആ ശവക്കോട്ട കോമൺവെൽത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് ആരംഭിച്ചതും ഇന്നും അത് നിലനിർത്തിപ്പോരുന്നതും. ആ ശവക്കോട്ടയിൽ ചില ആയിരങ്ങൾ തന്നെ പട്ടാളക്കാരുടെ ശവകുടീരങ്ങളാണ്.
രണ്ടാം ലോക മഹായുദ്ധത്തിൽ ശത്രു സൈന്യം ഭാരതത്തിലേക്ക് ആ നാഗാലാൻഡിൻ്റെ കഴുത്തു വഴി പ്രവേശിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഒരു നാളും അവർക്ക് പ്രവേശനം അനുവദിക്കാതെ മരണത്തോളം പൊരുതുവാൻ അവിടെ പട്ടാളത്തിന് കൽപ്പന ലഭിച്ചു. ബ്രിട്ടീഷ് പട്ടാളക്കാരും ഇന്ത്യൻ പട്ടാളക്കാരും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് ചെയ്തതായ ആ യുദ്ധത്തിൽ ആ സൈന്യങ്ങളെ, ശത്രു സൈന്യങ്ങളെ ഭാരതത്തിലേക്ക് പ്രവേശിക്കാതെ അവർ തടയുക തന്നെ ചെയ്തു. ഘോരമായ ആ യുദ്ധത്തിൽ അവർ ജയിച്ചു. പക്ഷേ ആ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരുമായ ചില ആയിരങ്ങൾ അവർ മരിച്ചു വീഴുവാൻ ഇടയായി. അവരൊക്കെ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവരായിരുന്നു. അങ്ങനെയുള്ളവരുടെ ശവകുടീരങ്ങളാണ് നിരനിരയായി വെച്ച് കോമൺവെൽത്ത് ഫണ്ടിൽ നിന്ന് ഇന്നും സുന്ദരമായിട്ട് സംരക്ഷിക്കപ്പെടുന്നത്. ഞാൻ ആ കോഹിമയിലുള്ള ആ കോമൺവെൽത്ത് സെമിട്രി പോയി സന്ദർശിച്ചു. അത് കഴിഞ്ഞ് വികാരഭരിതനായിട്ട് തന്നെ ഞാൻ വെളിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വലിയ പരന്ന കരിങ്കല്ല് സ്ഥാപിച്ചു വച്ചിട്ടുണ്ട്. ആ പട്ടാളക്കാർ പറയുന്നത് പോലെ അവിടെ എഴുതി വച്ചിരിക്കുക, ആൻഡ് വെൻ യു ഗോ ഹോം ടെൽ ദം വി ഗേവ് അവർ ടുഡേ ഫോർ യുവർ ടുമോറോ. നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ അവരോട് പറയണം, ഞങ്ങൾ ഞങ്ങളുടെ ഇന്ന് നിങ്ങളുടെ നാളേക്ക് വേണ്ടി നൽകി. അവർ ചോരയൊഴുക്കി അവരുടെ ജീവനെ വെച്ചു കൊടുത്തത് ദേശസ്നേഹം മുഖാന്തരം അടുത്ത തലമുറയ്ക്ക് വേണ്ടി, രാജ്യത്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് അവർ പറയുന്നത് പോലെ. അത് ഈ ലോകത്തിലെ രാജ്യത്തിന്, ഈ ലോകത്തിലെ ദേശസ്നേഹത്തിന് വേണ്ടിയാണ് ശരി. എന്നാലും വിശ്വാസികളായ നമുക്ക് അത് നൽകുന്നൊരു പാഠമുണ്ട്. ഞാനും നിങ്ങളും ഇന്ന് സുഖലോലുപരായിട്ട് ജീവിക്കുന്നു. നാം സഭാചരിത്രം വായിക്കുമ്പോൾ നമ്മുടെ മുൻ തലമുറകളിലുള്ള അനേക ദൈവമക്കൾ, അനേക ദൈവദാസന്മാർ തങ്ങളുടെ ജീവിതങ്ങളെ തന്നെ കർത്താവിനായിട്ട് ഏൽപ്പിച്ചു. വയോധികന്മാർ മാത്രമല്ല, യവനക്കാരും കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ അർപ്പിച്ചു. അന്ന് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വിചാരിച്ചു, ആ രക്തസാക്ഷികൾ, ക്രിസ്തീയ രക്തസാക്ഷികൾ എന്നോട് പറയുന്നത് പോലെ, ജോയ്, നിന്റെ നാളേക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ഇന്ന് ബലിയർപ്പിച്ചു, ഞങ്ങൾ കൊടുത്തു. പക്ഷെ അത് തന്നെ എന്നോട് ചോദിച്ചതായ ഒരു ചോദ്യം, ജോയ്, നാളേക്ക് വേണ്ടി നീ ഇന്നിൻ്റെ എന്ത് ത്യാഗം സഹിക്കും? ഇന്ന് നീ കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി, ഭാവിയിലും ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അനുഗ്രഹത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി നിന്റെ ഇന്നിൻ്റെ എന്ത് ത്യജിക്കുവാൻ നീ സന്നദ്ധനാണ്? ഞാൻ ആ ചോദ്യം നിങ്ങളോടും കൂടെ ചോദിക്കാം. ഇന്ന് കർത്താവിന് വേണ്ടി, നാളത്തെ കർത്താവിൻ്റെ വേലയ്ക്കും ദൈവജനത്തിൻ്റെ അനുഗ്രഹത്തിനും വേണ്ടി ഇന്ന് നിങ്ങൾക്കുള്ളതിൽ നിങ്ങൾ എന്ത് ത്യജിക്കുവാൻ സന്നദ്ധനാകും? എന്തു തന്നെ ത്യജിച്ചാലും അതധികമല്ല. ആകയാൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവം ഉണർത്തട്ടെ. കർത്താവെ, ഞാനും എനിക്കുള്ളതും നിന്റെ വക എന്ന് പറഞ്ഞ് സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ടവരായി അവനു വേണ്ടി നമുക്ക് ചെലവിടാം, അവനു വേണ്ടി ചെലവായി പോകാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.